കൗൺസിലിംഗ് സൈക്കോളജി BPC 145 എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താണ് കൗൺസിലിംഗ് എന്നുള്ളതാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ കൗൺസിലിനെ കുറിച്ച് പല തെറ്റിദ്ധാരണകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വിഭാഗമാണ് സൈക്കോളജി കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കൗൺസിലിംഗ് എന്ന് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ മുമ്പിൽ വരുന്ന ക്ലയൻറ്റിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ഉപബോധം അല്ലെങ്കിൽ ഒരു ബോധ മനസ്സിലേക്ക് അവരുടെ കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിനെ നേരിടുവാനുള്ളൊരു കഴിവ് അല്ലെങ്കിൽ ആ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള വഴി കാട്ടിയായിട്ടാണ് ഒരു കൗൺസിലർ നിൽക്കുക. അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത് എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ചെയ്യാം, അല്ലെങ്കിൽ ആർക്കും ഒന്ന് ഉപദേശിച്ചു കൊടുത്താൽ ഒരു ഉപദേശം കൊണ്ട് ആളുടെ പ്രശ്നം പരിഹരിക്കുന്നത് കൗൺസിലിംഗ് ആണ് എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളെ ഉപദേശിക്കുകയല്ല. കൗൺസിലിംഗ് തന്നെ മൂന്ന് തരത്തിലുണ്ട്. അതിനകത്ത് ഒന്ന് നമ്മൾ ചെയ്യുന്നത് ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഗൈഡൻസ് വെച്ചാൽ അയാളിൽ ഉള്ള കഴിവുകളെ നമ്മൾ കണ്ടുപിടിച്ച് മനസ്സിലാക്കി അയാളുടെ പ്രാപ്തിക്കനുസരിച്ച് കഴിവിനനുസരിച്ച് അയാളെ വളരുവാൻ വേണ്ടിയുള്ളൊരു വഴികാട്ടിയായിട്ട് നമ്മൾ നിൽക്കുക. ഉദാഹരണത്തിന് ഒരാൾക്കൊരു പഠിക്കാൻ ഒരു കുട്ടിക്ക് പഠിക്കാനായിട്ട് എന്തെങ്കിലും ഒരു വിഷയത്തിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി അത് പഠിക്കാനായിട്ട് നമുക്കുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്യുക. അതല്ല, ഒരു കുട്ടിക്ക് വരയ്ക്കാനോ അല്ലെങ്കിൽ നാടകത്തിനോ പാട്ട് പാടാനോ കഴിവുണ്ടെങ്കിൽ ആളുടെ കഴിവിനെ കണ്ടുപിടിച്ച് ആ രീതിയിലേക്ക് ആ പാതയിലേക്ക് ആളെ നയിച്ചു വിടുക. അതാണ് ഗൈഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് കൗൺസിലിംഗ് എന്ന് പറയുന്നത് അയാളുടെ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ, ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. പണ്ട് കാലങ്ങളിൽ കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരുന്നത് പുരോഹിതന്മാരൊക്കെയായിരുന്നു. അപ്പോൾ പുരോഹിതന്മാർ നടത്തുകയെന്ന് വെച്ചാൽ അവരാണ് ഇതിന് അംഗീകരിക്കപ്പെട്ട ആൾക്കാരെന്നും അവർ അത് പറഞ്ഞു കൊടുത്ത് ഉപദേശിച്ചു കൊടുത്ത് ആളെ നന്നാക്കുക. ഈ കാലഘട്ടത്തിൽ അതിന് മാറ്റമൊന്നുമില്ല. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറയുന്നത് ഞങ്ങളുടെ പൂജാരി അല്ലെങ്കിൽ നമ്മുടെ വൈദികൻ അല്ലെങ്കിൽ ഞങ്ങൾ ജ്യോത്സ്യർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൊന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്നും ഉള്ളത്. അപ്പോൾ ഇതില്ലാതിരിക്കാൻ വേണ്ടി കൗൺസിലിംഗ് എന്ന് പറഞ്ഞത് എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാനും ആ കൗൺസിലിങ്ങിലൂടെ ആളുകൾക്ക് അവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ വേണ്ടിയിട്ടാണ് ഈ കോഴ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കോഴ്സ് കൊണ്ട് വിഭാഗനം ചെയ്തിട്ടുള്ളതെന്ന് ഈ കോഴ്സ് കൊണ്ട് ചിന്തിക്കുന്നത് വെച്ചാൽ അങ്ങനെ ഒരു വ്യക്തമായ ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനം ഇതിന് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരാളുടെ പ്രശ്നങ്ങളെ നമുക്ക് തീർക്കാൻ വേണ്ടി അയാൾക്ക് ഉത്ബോധമുണ്ടാക്കുക. അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ കൂട്ടത്തിൽ നിൽക്കുക എന്നുള്ളതല്ല. അത് പരിഹരിക്കാൻ വേണ്ടി ആൾക്ക് ഒരു മാനസികമായ അവസ്ഥ അല്ലെങ്കിൽ ഉത്ബോധം അല്ലെങ്കിൽ അതിനുള്ളതായ കഴിവ് ഉണ്ടാക്കി കൊടുക്കുക. പ്രശ്ന പരിഹാരത്തിന് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം ആദ്യം കൗൺസിലിംഗ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. എങ്ങനെയാണ് കൗൺസിലിംഗ് നടത്തുന്നത്? അതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് വരുന്ന വ്യക്തിയുമായിട്ട് നമ്മൾ ഒരു റാപ്പോ അല്ലെങ്കിൽ പരസ്പര വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളതാണ്. വിശ്വാസം നേടിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ വരുന്ന കാര്യങ്ങൾ നമ്മളോട് പറയാനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. അയാളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. ആ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക. അതാണ് റാപ്പോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റാപ്പോ തുടങ്ങുന്ന ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്നത് മുതൽ, അതായത് നമ്മൾ ഒരാളെ വെൽക്കം ചെയ്യുന്നത് സ്വീകരിക്കുന്നത് മുതൽ റാപ്പോ ബിൽഡിങ്ങിൻ്റെ ഭാഗം തുടങ്ങി. അപ്പം ഒരാളെ നമ്മൾ വിളിക്കുന്നു, നമ്മുടെ മുറിയിൽ കൊണ്ടിരുത്തും. ആ മുറിയുടെ സെറ്റപ്പും ഉണ്ട്. കാരണം അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിന്നിട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് ചെയ്യാം, നമ്മളൊരു കടത്തലിൽ നിന്ന് ചെയ്യാം, വഴിയിൽ നിന്ന് ചെയ്യാം, അങ്ങനെയല്ല. ഇതിന് ശാസ്ത്രീയ വശങ്ങളുണ്ട്. അപ്പോൾ അതിന് റാപ്പോ ബിൽഡ് ചെയ്യാൻ നമ്മളൊരു ഒരു എൻവയോൺമെൻറ്റ്, ചുറ്റുപാടുകൾ നമ്മൾ ഉണ്ടാക്കണം. ആ ചുറ്റുപാടുകളിൽ നിന്നാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത്. വരുന്ന ആൾക്കാർക്ക് ചുറ്റുപാടുകളിൽ നമ്മളുമായിട്ട് സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയത്. പിന്നെ അവരെ വളരെ കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട്, അവർക്ക് ഇരിക്കാൻ നമ്മൾ ചാരുകസേരയൊന്നും ഇട്ട് കൊടുക്കണമെന്നല്ല, അവർക്ക് കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് കയറി കാര്യങ്ങൾ ചോദിക്കുകയല്ല, അവരുമായിട്ട് 1 to 1 നമ്മൾ സംസാരിച്ച് അവരുടെ വിശ്വാസം നമ്മൾ നേടിയെടുത്തിട്ട് അവരെ കൊണ്ട് അവരുടെ കാര്യങ്ങൾ പറയിക്കുക. അപ്പം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല. ഒരു പാരസെറ്റമോൾ ഗുളിക കഴിച്ച് പനി മാറുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ കൗൺസിലിങ്ങിനെ കാണാൻ പാടില്ല. നമ്മൾ വന്ന പ്രശ്നങ്ങൾ ആദ്യം നമ്മൾ റാപ്പോ ഉണ്ടാക്കി അവരുടെ കാര്യങ്ങൾ കേട്ടു. 1, 2, 3 പ്രാവശ്യം കൊണ്ടായിരിക്കും ആ പ്രശ്നത്തിൻ്റെ
അഗാധ തലങ്ങളിലേക്ക് നമുക്ക് കടന്ന് ചെല്ലാൻ സാധിക്കുക. അല്ല, ഒരാൾ വന്ന് പറയുന്ന പ്രശ്നങ്ങളായിരിക്കണം യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കും. ആ 2, 3, 4 സെക്ഷൻസ് നമ്മൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു കാര്യം അയാളുടെ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയെടുത്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഒരു സൊല്യൂഷൻ, പരിഹാരം എന്ന് വെച്ചാൽ ഒരു പരിഹാരം പല പരിഹാരങ്ങളുണ്ടാകും. അതിൽ ഏതാണ് സൂട്ടബിൾ ആയിട്ടുള്ള ആ വ്യക്തിക്ക് ഏതാണ് ചേരുന്നതെന്ന് മനസ്സിലാക്കി അതിന് സൊല്യൂഷൻ കാണും. അപ്പോൾ ആദ്യത്തെ റാപ്പോ ബിൽഡ് ചെയ്യുക എന്നുള്ളത്. റാപ്പോ ബിൽഡ് ചെയ്യുന്നതോടുകൂടി തന്നെ ഈ പ്രശ്നത്തെക്കുറിച്ച് അഗാധമായിട്ട് നമ്മൾ പഠിക്കുക. അഗാധമായി പഠിക്കുന്നതിന് മുമ്പ് തന്നെ പല കാര്യങ്ങളും നമ്മൾ അതിനകത്ത് നോക്കാനുണ്ട്. ഈ ആളിനെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ നമുക്ക് ശേഖരിക്കണം. അപ്പോൾ അത് ആദ്യം ഈ ഡയറക്റ്റായിട്ട് തന്നെ ഇയാളോട് തന്നെയാകാം. അതല്ല, ഇയാളുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഇയാളുടെ ബന്ധുക്കളോടാകാം, ഇയാളുടെ സുഹൃത്തുക്കളോടാകാം, ഇയാളെ അറിയുന്ന മറ്റുള്ള ആൾക്കാരാണ്. ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി ഇയാളുടെ പ്രശ്നത്തെക്കുറിച്ച് അറിയാനായിട്ടുള്ള സഹായങ്ങൾ നമ്മൾ നേടണം. പിന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റിങ് എന്തെങ്കിലും ആക്കാം. സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങിലും പ്രശ്നങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ടെസ്റ്റുകളായിരിക്കും. അല്ലാതെ നമ്മൾ സൈക്കോളജിസ്റ്റാന്ന് പറഞ്ഞാൽ എല്ലാ ടെസ്റ്റുകളും ഒരാളുടെ മുമ്പിൽ അടിച്ചേക്കുക അല്ലെങ്കിൽ ഒരാളുടെ ദേഹത്ത് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ ഏതൊക്കെ ടെസ്റ്റാണ് നമ്മൾ നോക്കുക? ഈ വരുന്ന ആളുടെ പ്രശ്നം അനുസരിച്ച് അയാളുടെ വൈകാരികമായ കാര്യത്തെക്കുറിച്ചാണോ, അയാളുടെ ബുദ്ധിപരമായ കാര്യങ്ങളെക്കുറിച്ച്. എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പഠിക്കാൻ വരുന്ന കുട്ടി പഠിക്കാൻ പുറകോട്ടാകുമ്പം, സ്കോളാസ്റ്റിക് പെർഫോമൻസിൽ പുറകോട്ടാണെന്ന് പറയുമ്പോൾ നമ്മൾ അതിലെടുക്കുന്നത് എന്താണ്? അതിൻ്റെ IQ ലെവൽ നോക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പഠന വൈകല്യമുണ്ടോ നമ്മൾ നോക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ടെസ്റ്റായിരിക്കും ചെയ്യുന്നത്. അതേസമയം എന്തെങ്കിലും കുടുംബ പ്രശ്നമായിട്ട് വരുന്ന വൈകാരികമായ പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ദേഷ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ വിഷാദമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അനുബന്ധിച്ചുള്ള ടെസ്റ്റുകളായിരിക്കും നമ്മൾ എടുക്കുക. അപ്പം ഏത് ടെസ്റ്റാണ് സൂട്ടബിൾ എന്നുള്ളത് നോക്കിയിട്ട് ആ ടെസ്റ്റിനെ വ്യക്തമായി ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ അല്ലയോ എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന വ്യക്തമായിട്ട് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം. ആ ഇൻ്റർപ്രറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള പരിഹാര മാർഗങ്ങളിലേക്ക് നമ്മൾ കിടക്കുക. അപ്പോൾ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമായിരിക്കില്ല, പല പരിഹാരങ്ങളുണ്ട്. അതിൽ ഏതാണ് സൂട്ടബിൾ എന്നുള്ള പരിഹാരം കണ്ട് അത് മനസ്സിലാക്കി കൊടുത്ത് അതിന് ആ പ്രശ്നത്തിന് നമ്മൾ സൊല്യൂഷൻ കാണും. അപ്പം ഇത്രയും ആദ്യത്തെ സ്റ്റെപ്പുകളായി. റാപ്പോ ബിൽഡ് ചെയ്തു, ആളുടെ വന്നു, ആളുടെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചു. അത് ഡയറക്റ്റ്ലി ആകാം, ഇൻഡയറക്റ്റ്ലി ആകാം. പിന്നെ അയാളുടെ പ്രശ്നത്തെക്കുറിച്ച് അറിയാനായിട്ട് എന്തെങ്കിലും സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ വേണമെങ്കിൽ നമുക്ക് സൈക്കോളജിക്കൽ ടെസ്റ്റ് നടത്താം. ഇതിനിടയ്ക്ക് നമുക്ക് വരുന്നൊരു, നമ്മൾ എന്തെങ്കിലും ബിഹേവിയർ പ്രോബ്ലം ഉണ്ടാകണമെങ്കിൽ അയാളുടെ ഹോർമോണൽ അല്ലെങ്കിൽ ശാരീരികമായ ഫിസിയോളജിക്കൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അതിനുള്ള ടെസ്റ്റുകൾ നമുക്ക് നടത്താം. അത് സാധാരണ നമ്മൾ നേരിട്ടല്ല, നമ്മൾ ഏതെങ്കിലും ഫിസിഷ്യൻ്റെ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും ആ ടെസ്റ്റുകൾ നടത്തുക. ആ ടെസ്റ്റുകൾ അതിൻ്റെ റിസൾട്ട് വെച്ച് കഴിഞ്ഞ് നമ്മൾ ആ പ്രശ്നത്തിൻ്റെ ഒരു കരട് രേഖ നമ്മൾ തയ്യാറാക്കി. അത് കഴിഞ്ഞ് അതിൻ്റെ മാർഗ്ഗരേഖ ഇത് എവിടെ നമ്മൾ എത്തണം, നമുക്കൊരു ഗോൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ആ ഗോൾ സെറ്റ് ചെയ്യുക, അതായത് ഇന്ന പ്രശ്നത്തിനാണ് പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങണം. ആ പരിഹാരത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള രൂപരേഖ നമ്മൾ തയ്യാറാക്കുക. ആ രൂപരേഖ തയ്യാറാക്കുന്ന കൂട്ടത്തിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ സൊല്യൂഷൻസ്, ഇത് പരിഹാരങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് നമ്മളിത് പരിഹരിക്കേണ്ടി വരിക, അത് നമ്മൾ ആൾക്കൊരു ഉത്ബോധം ഉണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ചെയ്തു. ഇപ്പം 2 കാര്യങ്ങൾ ഇതിനിടയ്ക്കാണ്. പരിഹാരം സോൾവ് ചെയ്യുന്നതിടയ്ക്ക് പല സെക്ഷൻസ് വേണം. ആ പല സെക്ഷൻസ് എന്ന് പറയുന്നത് ഓരോ സെക്ഷൻ കഴിയുമ്പോഴും അത് ടെർമിനേറ്റ് ചെയ്യണം, നിർത്തണം. അപ്പം നമ്മൾ പറയാം, ശരി, ഇന്നത്തെ സെക്ഷൻ നമ്മൾ കഴിഞ്ഞു, ഇനി നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം നമുക്കത് കാണാം, അല്ലെങ്കിൽ അടുത്ത ദിവസം നമ്മൾ ഇന്നതാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്നതിന് വേണ്ടിയാണ് വരുത്തുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ ടെർമിനേറ്റ് ചെയ്തു. ഇനി എല്ലാം കഴിഞ്ഞ് സൊല്യൂഷനൊക്കെ കണ്ടു, പ്രശ്നം കഴിയുമ്പോഴും നമുക്ക് ഒന്ന് ടെർമിനേറ്റ് ചെയ്യണം. ആ രംഗം ആ ഒരു സെക്ഷൻ നമ്മൾ നിർത്തണം. അപ്പം ഇതിന് ടെർമിനേഷനും റാപ്പോ ബിൽഡ് ചെയ്യുന്നതും ടെർമിനേഷൻ എന്ന് പറയുന്നതിനകത്തോട്ട് മുഖ്യമായ കാര്യങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ അതിന് നമ്മൾ സക്സസ് ആയി നമ്മൾ ചെയ്ത കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടു എന്ന് പറഞ്ഞ് നിർത്തുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഒരു സൈക്കോളജിസ്റ്റ് നടത്തണം. അപ്പോൾ ഈ സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പല കഴിവുകളും ആവശ്യമുണ്ട്. ഒന്ന്, നമുക്ക് ലിസണിങ് തന്നെയാണ്. ആ ലിസണിങ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഇയാൾ ഇതിന് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സർക്കാരിന് അല്ലെങ്കിൽ അതിന് അതോറിറ്റിക്ക് നമ്മളെ ഒന്ന് കാണുകയും ഇൻസ്പെക്ഷൻ ചെയ്യാനായിട്ടുമുള്ളതാണ്. ആ ഇൻസ്പെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് അംഗീകാരം തരുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ നമുക്ക് സർട്ടിഫിക്കറ്റ് തരും. അപ്പോൾ നമ്മൾ ആ സർട്ടിഫിക്കറ്റ് തരുന്നതോട് നമ്മൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈസൻസും വെച്ച് നമുക്ക് കൗൺസിലിംഗ് നടത്താം. അതിന് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ, RC അല്ലെങ്കിൽ CAI, കൗൺസിലിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇവരാണ് ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഇന്ത്യയിൽ
ഇതിനുള്ള ലൈസൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ലൈസൻസ് കൊണ്ടാണ് നമ്മളിതിനെ കൗൺസിലിംഗ് നമ്മൾ തുടങ്ങേണ്ടത്. അപ്പോൾ ഈ കൗൺസിലിംഗ് തുടങ്ങുമ്പോൾ ഇതിന് നമുക്ക് ചില ഒബ്ലിഗേഷൻസ് ഉണ്ട്, നമുക്ക് ചില കടമകളുണ്ട്. അപ്പോൾ ഒന്ന്, ഇവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാകാം. ഒരു കാരണവശാലും നമ്മുടെ ക്ലയൻറ്റിനെ, നമ്മുടെ മുമ്പിൽ വരുന്ന ആളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല, വിലയിടിച്ച് കാണാൻ പാടില്ല. നമ്മളെപ്പോഴും അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് വികാരങ്ങളെ ഹർട്ട് ചെയ്യാതെ, മുറിവേൽപ്പിക്കാതെ വേണം നമ്മൾ അവരുമായിട്ട് കൗൺസിലിംഗ് നടത്താനായിട്ടുള്ളത്. അപ്പോൾ അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. നോൺ ജഡ്ജ്മെൻ്റലായിരിക്കണം. മുൻകൂട്ടി ഒരു തീരുമാനത്തോടു കൂടി, അല്ലെങ്കിൽ ഇന്നതായിരിക്കും ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞ് കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ നമുക്കൊരു മുൻവിധിയോടുകൂടിയോ യാതൊരു കാരണവശാലും ഒരു കൗൺസിലിംഗ് നടത്താൻ പാടില്ല. അപ്പോൾ കൗൺസിലിംഗ് നടത്തുമ്പോൾ അതിൻ്റേതായ എല്ലാ റെക്കോർഡ്സുകളും നമ്മൾ കീപ്പ് ചെയ്യണം. റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതായ കാര്യങ്ങൾ നമുക്ക് എഴുതിയെടുക്കാം. എഴുതിയെടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അത് മറ്റുള്ളവർ കാണാനോ വായിക്കാനോ ഇടയാകാൻ പാടില്ല. അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ആണെങ്കിൽ അത് അതോറിറ്റിയുടെ മുമ്പിൽ വേണം നമ്മൾ അത് കൊടുക്കാനായിട്ട്, അല്ലാതെ പബ്ലിക്കായിട്ട് നമ്മൾ ഇതൊന്നും കൊടുക്കാൻ പാടില്ല. പിന്നെ പ്രൈവസി എന്ന് പറഞ്ഞാൽ വരുന്ന ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ വേറെ ആളോട് ഷെയർ ചെയ്യാനുള്ളതല്ല. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണങ്ങൾ കാണും. ഉദാഹരണം, ഒരാൾക്കൊരു ആത്മഹത്യാ പ്രവണതയുണ്ട്, നമ്മളത് അവരുടെ ബന്ധുക്കളെ അറിയിക്കേണ്ടത് കാര്യമാണ്. നമ്മളോട് പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഒരാൾ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യുകയാണ്, അത് അതോറിറ്റിയുടെ മുമ്പിൽ നമ്മൾ അറിയിക്കാൻ നമ്മൾ കടപ്പെട്ട ആൾക്കാരാണ്. ഇനി ഏതെങ്കിലും സംഗതികളുണ്ട്, അത് നമ്മൾ പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ നിയമത്തിൻ്റെ മുമ്പിൽ നമ്മൾ പറയാൻ ബാധ്യസ്ഥനാണെങ്കിൽ കോടതി ആവശ്യപ്പെട്ടാൽ നമ്മളത് കൊടുക്കാൻ ബാധ്യസ്ഥനാകും. അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ അറിയിക്കണം. അപ്പം ഇതിനകത്ത് ലിസണിങ് എന്ന് പറയുന്നത് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നോൺ ജഡ്ജ്മെൻ്റലായിരിക്കും. മുൻവിധിയോടുകൂടി നമ്മൾ ഒരിക്കലും ഒരു കൗൺസിലിംഗ് നടത്താൻ പാടില്ല. സാമൂഹ്യപരമായും അല്ലെങ്കിൽ സാംസ്കാരികപരമായുള്ള കാര്യങ്ങൾ വ്യക്തമായൊരു ധാരണ ഒരു കൗൺസിലർക്കുണ്ടായിരിക്കണം. ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ അയാളുടെ ഭാഷ, പ്രത്യേകിച്ച് കേരളത്തെ പോലുള്ള സ്ഥലത്തുകൾ രണ്ടിടത്ത് പറയുന്ന മലയാളം തന്നെയാണെങ്കിലും അതിൻ്റെ അർത്ഥത്തിന് വ്യത്യാസമുണ്ടാകാം. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ കോട്ടയം സൈഡിൽ, തെക്കൻ സൈഡിലേക്ക് വേഗം ചെയ്യുക അല്ലെങ്കിൽ ആയത്തി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ തൃശ്ശൂർ ഭാഗങ്ങളിലേക്ക് ആയത്തി ചെയ്യാന്ന് വെച്ചാൽ പതുക്കെ ചെയ്യാനുണ്ടാണ്. അപ്പം ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ അർത്ഥത്തിന് വ്യത്യാസം വരത്തക്കതായ കാര്യങ്ങൾ കാണും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്ത് നമ്മൾ കൗൺസിലിംഗ് ഇരിക്കുമ്പോൾ ഭാഷയെക്കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം. പിന്നെ ഓരോ സംസ്കാരത്താണ്, ഓരോരുത്തർക്കും ഓരോ സംസ്കാരങ്ങളാണുള്ളത്. ആ സംസ്കാരം എന്താ, ഇപ്പം പല മതങ്ങളുണ്ട്, പല ജാതികളുണ്ട്, പല ചിന്താഗതികളുണ്ട്, പല വിശ്വാസങ്ങളുണ്ട്. പക്ഷേ ഇവരെയൊക്കെയായിട്ട് നമ്മൾ കൗൺസിലിംഗ് ഇവരുടെ വിശ്വാസങ്ങളെ ഒന്നും ഹനിക്കാത്ത രീതിയിൽ നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സംസ്കാരത്തെക്കുറിച്ച്, അവരുടെ സംസ്കാരത്തെക്കുറിച്ച് നല്ല അറിവുള്ള ആളായിരിക്കും. അപ്പം ഇത്രയും പിന്നെ നമ്മൾ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ കൗൺസിലിംഗ് നടത്തുന്നുണ്ടെങ്കിൽ വ്യക്തമായ അറിവുള്ള അല്ലെങ്കിൽ മറ്റൊരാളുടെ കീഴിൽ നമ്മളതിന് വ്യക്തമായ പരിശീലനം നമ്മൾ നേടിയിരിക്കണം. പരിശീലനം നേടാതെ ഒരു കാരണവശാലും കൗൺസിലിംഗ് ഇറങ്ങാൻ പാടില്ല. അപ്പോൾ പലതരത്തിലുള്ള കൗൺസിലിംഗ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഇവിടുത്തെ ഒരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോ അനലിറ്റിക് മെത്തേഡാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് ഉണ്ടാക്കിയ സൈക്കോ അനലിറ്റിക് മെത്തേഡാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിനെ സംബന്ധിച്ച് ഫ്രോയിഡ് സ്വപ്നത്തെ വിശകലനം ചെയ്യുക. സ്വപ്ന വിശകലനങ്ങളിലൂടെ നമ്മൾ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ കണ്ടുപിടിക്കുക. അപ്പോൾ അത് അതിൽ ചെയ്തത് അൺകോൺഷ്യസ് മൈൻഡ്, മനസ്സിലെ മൂന്നായിട്ട് തിരിച്ചു: കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നതാണ് മനുഷ്യൻ്റെ പെരുമാറ്റത്തിലുണ്ടാകുന്ന അടഞ്ഞു കിടക്കുന്നതായ ഒരു കലവറയാണ്. അവൻ്റെ എല്ലാ പെരുമാറ്റത്തിനും അടിസ്ഥാനമായ കാരണം എന്ന് പറയുന്നത് അവൻ്റെ അപബോധ മനസ്സിൽ കിടക്കുന്നതായ ചില കാര്യങ്ങൾ. അത് ചെറുപ്പകാലത്തുള്ള അവൻ്റെ അനുഭവങ്ങളായിരിക്കാം, വളർന്നു വന്ന സാഹചര്യങ്ങളായിരിക്കാം, ജീവിതത്തിലുണ്ടായ കഷ്ടപ്പാടുകളായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിൽ നേരിട്ട പ്രശ്നങ്ങളായിരിക്കാം. ഇതെല്ലാം അല്ലെങ്കിൽ നമ്മൾ സബലീകരിക്കപ്പെടാൻ പോയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിരിക്കും. ഇതെല്ലാം അവൻ്റെ ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്കും ഉപബോധ മനസ്സിൽ നിന്ന് അപബോധ മനസ്സിലേക്കും പോകും. അപ്പോൾ അപബോധ മനസ്സാണ് മനുഷ്യൻ്റെ പെരുമാറ്റത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ
കാരണമായിട്ടുള്ള ഒരു കാര്യം, മുഖ്യ കാരണം എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് അതിനുവേണ്ടി പേഴ്സണാലിറ്റിയെ 3ആയിട്ട് തരംതിരിച്ചു: ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ, എന്നാലും ഒന്ന് നമ്മൾ റിവ്യൂവിന് വേണ്ടി പഠിക്കണം, ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കണം. കാരണം നമ്മളിപ്പം പല തിയറികളാണ്, കൗൺസിലിംഗ് തിയറികളാണ് പഠിച്ചത്. അതിനകത്ത് ആദ്യത്തെ കൗൺസിലിങ്ങിൻ്റെ തിയറിയാണ് സൈക്കോ അനാലിസിസ്. അതാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ സൈക്കോ അനാലിസിനകത്ത് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ മനുഷ്യൻ്റെ അപബോധ മനസ്സ്, അൺകോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങളാണ്. ഇതിന് പേഴ്സണാലിറ്റി അദ്ദേഹം 3ആയിട്ട് തരംതിരിച്ചു: ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ഇഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഈറോസ്, സെക്ഷൽ തോട്ട്സ് ആണ്, പ്ലഷർ തിയറിയാണ്, അതായത് പ്ലഷർ പ്രിൻസിപ്പിൾ എന്നാണ് അതിന് പറയുന്നത്. പിന്നെ സൂപ്പർ ഈഗോ എന്ന് പറയുന്ന എല്ലാ മോറൽ വാല്യൂസും, അത് സമൂഹത്തിൽ നമ്മൾ പാലിക്കേണ്ടതായ കാര്യങ്ങൾ, നിയമങ്ങൾ, ആ നിയമങ്ങളെ ബേസ് ചെയ്തിട്ട് ഉണ്ടായതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അപ്പം സൂപ്പർ ഈഗോ മോറൽ വാല്യൂസിനായതുകൊണ്ട് അതിന് പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് സാധാരണ നമ്മൾ ജീവിക്കുന്ന റിയൽ ആയിട്ടുള്ള വേർഡ്, അതാണ് ഈഗോ. ഇഡിനും സൂപ്പർ ഈഗോയ്ക്കും ഇടയ്ക്കുള്ള, അല്ലെങ്കിൽ അതിനെ രണ്ടിനെ മധ്യഭാഗത്ത് നിൽക്കുന്ന നമ്മൾ സാധാരണ പെരുമാറുന്ന അതാണ് ഈഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഈഗോ എന്ന് പറയുന്നത് മോർ റിയലിസ്റ്റിക് ആണ്, അതുകൊണ്ട് റിയാലിറ്റി പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. ഇതിനെ നമുക്ക് കണ്ടുപിടിക്കാം, ഒരു പ്രശ്നത്തെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. അപ്പം മനുഷ്യൻ്റെ പെരുമാറ്റത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ, അവൻ്റെ ഭൂതകാലത്തിലുണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ അനലൈസ് ചെയ്തിട്ട് അതിനെ മനസ്സിലാക്കി കൊടുത്തിട്ട് അതിനൊരു ബോധമുണ്ടാക്കി അത് ബോധമനസ്സിലേക്ക് കൊണ്ടുവന്ന് അതിന് ഒരു റിയൽ സെൻസ് ഉണ്ടാക്കി കൊടുക്കുക, യാഥാർത്ഥ്യമായ ബോധം ഉണ്ടാക്കി കൊടുക്കുക, എന്താണ് ആള് ഇങ്ങനെ പെരുമാറുന്നത്. അത് ആൻ ഓ എന്ന് പറഞ്ഞ ആള് ഈ സിഗ്മണ്ട് ഫ്രോയിഡ് ന്യൂറോളജിസ്റ്റാണ്. ആൻ ഓ എന്ന് പറഞ്ഞൊരു ക്ലയൻറ്റിനെ കുറിച്ച്, പേഷ്യൻറ്റിൻ്റെ പ്രശ്നത്തെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം എടുത്തത്. അവർക്ക് എപ്പോഴും സൈക്കോസൊമാറ്റിക് പ്രോബ്ലംസ്, അതായത് സൈക്കോസൊമാറ്റിക് പ്രോബ്ലം എന്നല്ല അദ്ദേഹം ആദ്യം പറഞ്ഞത്, അവരുടെ ശാരീരികമായ പ്രശ്നങ്ങൾ. അപ്പോൾ ഒരു രോഗത്തിന് ചികിത്സിച്ച് കഴിഞ്ഞാൽ അടുത്ത രോഗം വരും, അതിനെ ചികിത്സിച്ച് അടുത്ത രോഗം വരും. അങ്ങനെ മാറി മാറി രോഗങ്ങൾ വന്നത് കൊണ്ട് എന്താണ് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം അതിനെ അനലൈസ് ചെയ്തു. ആ അനലൈസ് ചെയ്ത കൂട്ടത്തിൽ അദ്ദേഹം പിടിച്ച സംഗതിയാണ് ചെറുപ്പകാലത്തിനുണ്ടായ പ്രശ്നങ്ങളെല്ലാം ഇതിൻ്റെ അവബോധ മനസ്സിൽ കിടക്കുന്നു, അവബോധ മനസ്സിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കി അതിനെ അപഗ്രഥിച്ചു കൊടുത്തു. അപ്പം അങ്ങനെയാണ് സൈക്കോഅനലിറ്റിക് തിയറി ഉണ്ടാകുന്നത്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിന് അതിന് സൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പേര് കൊടുത്തു. കാരണം എന്താ വെച്ചാൽ ശാരീരികമായിട്ടുള്ള സൈക്കോസൊമാറ്റിക് പ്രോബ്ലംസ്, മനസ്സുകൊണ്ട് ശരീരത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് പരിഹാരം കണ്ടുപിടിച്ചു. അത് അനലൈസ് ചെയ്ത് റാഷണലായിട്ടൊരു തിങ്കിങ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതാണ് അദ്ദേഹം ചെയ്തത്. അതാണ് സൈക്കോ അനാലിസിസ്, സൈക്കോ അനലിറ്റിക് തിയറി എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ചെയ്തത്. അത് ആദ്യത്തെ സൈക്കോ അനലിറ്റിക്കൽ കൗൺസിലിംഗ് എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ഇന്ന് പഠിക്കുന്നത് എക്സിസ്റ്റൻഷ്യൽ ഓർ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. അതായത് ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ട നിയമങ്ങളാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ പെരുമാറുന്നത്, അവനെങ്ങനെ ഇവിടെ മാനസികമായിട്ട് അല്ലെങ്കിൽ ശാരീരികമായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ എക്സിസ്റ്റൻഷ്യൽ എന്ന് പറഞ്ഞാൽ നിലനിൽപ്പിനുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഇതൊരു ഫിലോസഫിക്കൽ അപ്രോച്ചാണ്. ഈ തിയറി എന്ന് പറയുന്ന ഒരു ഫിലോസഫിക്കൽ അപ്രോച്ചാണ്. എന്ന് വെച്ചാൽ ഇത് പരിപൂർണമായിട്ട് നമ്മൾ ശാസ്ത്രീയമായിട്ടല്ല, പക്ഷെ ഫിലോസോഫിക്കൽ, നമ്മളെപ്പോഴും പറയുന്നതാണ്. ഇത് എല്ലാ വേദങ്ങളും എല്ലാ പുരാണങ്ങളും എല്ലാ മതവും പറയുന്നത് അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവനെ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പം ഈ ഒരു ഫിലോസഫിക്കൽ അപ്രോച്ചാണ് എക്സിസ്റ്റൻഷ്യൽ ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് വരുന്നത്. അപ്പോൾ മനുഷ്യൻ ഞാൻ നിലനിൽക്കുക, അപ്പം എന്നെ മനസ്സിലാക്കുക, എൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക. അത് അകത്തുള്ള നമ്മുടെ ഒരു മനുഷ്യൻ്റെ വ്യക്തമായ ആന്തരികമായ കഴിവുകളെ അല്ലെങ്കിൽ ആന്തരികമായ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അതിലൂടെ അവനെ നിലനിർത്തുക. അപ്പം എല്ലാ മതങ്ങളുടെയും ഒരു അടിസ്ഥാനപരമായ നിയമം എന്ന് പറയുന്നത് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഏത് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും, ഹിന്ദു പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ കാണണം എന്നുണ്ടെങ്കിൽ
6 പടികൾ കടണം. പടി 6 കടന്ന് അവിടെ ചെല്ലണം. 6 പടി കാമ, ക്രോധ, മോഹ, മത മാത്സര്യങ്ങൾ എന്ന് പറഞ്ഞ 6 പടികൾ കടന്നെങ്കിൽ മാത്രമേ ദൈവത്തെ കാണാൻ പറ്റുള്ളൂ. അപ്പം എല്ലാ മതങ്ങളും പറയുന്നത് നിങ്ങൾ സ്വർഗ്ഗലോകത്തിലേക്ക് എത്തുന്നു. അത് മരണശേഷം ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്യുന്നോ അതാണ് നിങ്ങൾ മരണത്തെ കഴിഞ്ഞുണ്ടാകുന്ന ജീവിതം, അല്ലെങ്കിൽ ഒരു സ്വർഗ്ഗലോകത്തിലേക്ക് നമ്മൾ എത്തുക. അപ്പം ഇതാണ് ഒരു ഫിലോസഫിക്കൽ അപ്രോച്ച്. അപ്പോൾ ഇവിടെ മനുഷ്യനെ നന്നാക്കുകയാണ്. അതിന് ആദ്യം ഒന്നായി അപ്പോൾ ഇതിനുള്ള ആദ്യത്തെ ഇത് ചെയ്തതെന്ന് വെച്ചാൽ അവൻ തന്നെയാണ് നിന്റെ കർമ്മങ്ങൾക്ക് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കർമ്മങ്ങൾക്ക് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന് രാമായണത്തിൽ പറഞ്ഞതുപോലെ. അതായത് നമ്മൾ ചെയ്യുന്നതായ തെറ്റുകൾക്ക്, കുറ്റങ്ങൾക്ക് നമ്മൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം. ആ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിന് നമുക്ക് വ്യത്യാസം വരുത്താം. ദാറ്റ് ഈസ് കോൾഡ് ലുക്കിംഗ് ഇൻ ടു യു. നമ്മൾ എന്ത് ചെയ്യുന്നു, അതായത് ഫിലോസഫിക്കൽ അപ്രോച്ച് ടുവേഴ്സ് തെറാപ്പി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നു അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവനവനിൽ തന്നെ ആക്കിയെടുക്കുക. അതാണ് ഹ്യൂമനിസ്റ്റിക് ഓർ എക്സിസ്റ്റൻഷ്യൽ അപ്രോച്ചിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ നിയമം എന്ന് പറയുന്നത്. സെൽഫ് അവയർനെസ് അവനെക്കുറിച്ച് അവനിൽ ഉൾക്കാഴ്ച ഉണ്ടാക്കുക. ഞാൻ ആരാണെന്നും എന്താണെന്നും അറിയുക. അതാണ് എല്ലാ മതങ്ങളും ചെയ്യുന്നത്. നിന്റെ ഉള്ളിലുള്ളതായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക. ഇത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇവിടെ ഈ എക്സിസ്റ്റൻഷ്യൽ ഓർ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചോടുകൂടി ആളെക്കുറിച്ച്, ആളുടെ കഴിവുകളെയും ബോധങ്ങളെയും കുറിച്ച് നമുക്ക് ഉൾക്കാഴ്ച, സെൽഫ് അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ആ സെൽഫ് അവയർനെസ് വരുമ്പോഴാണ് മനുഷ്യൻ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി പെരുമാറുവാൻ തയ്യാറാണ്. അതിനെ ചോയ്സ് അവന് കൊടുക്കുകയാണ്. എന്ത് ചെയ്യാം, നിന്റെ കർമ്മങ്ങൾ ഏത് രീതിയിലാണ്, നീ ചെയ്യുന്ന കാര്യങ്ങൾ ഏത് രീതിയിലാണ്, അത് എന്തൊക്കെ അതിനകത്ത് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഉദാഹരണത്തിന് ഒരു അധ്യാപകനാണെങ്കിൽ ഈ അധ്യാപക വൃത്തി നിങ്ങളുടെ ചോയ്സ് ആണെങ്കിൽ അതിന് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. കാരണം അവയർനെസ് ഉണ്ടാക്കുകയാണ്. അപ്പം അതിൽ ബെറ്റർ ആകുമ്പോഴേ അയാൾക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ, അയാൾ മാനസികമായി നന്നാകുകയുള്ളൂ. അപ്പം നമ്മൾ ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിൻ്റെ ചോയ്സിനെ മനസ്സിലാക്കി അത് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തത്തിലേക്ക് ആളെ കൊണ്ടുവരിക. അതോടുകൂടി നമ്മൾ ജീവിക്കുന്ന കാര്യങ്ങൾക്ക് എന്താ ഒരു അർത്ഥം വേണം, ഒരു മീനിങ്ഫുൾ റിലേഷൻഷിപ്പ്. ഞാൻ അച്ഛനാണെങ്കിൽ എൻ്റെ മക്കളുമായിട്ട് എൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ളത്, ഞാനൊരു ഭർത്താവാണെങ്കിൽ ഭാര്യയുമായിട്ട് എൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ളത്, ഞാനൊരു വ്യക്തിയാണ് എൻ്റെ സമൂഹവുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച്. ഇത് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഒരു മീനിങ്ഫുൾ, ആ ബന്ധത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പം നമുക്ക് ഇതിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അപ്പം ഈ ഹ്യൂമൻ എക്സ്പീരിയൻസ്, നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്കുണ്ടായിരിക്കുന്ന കാര്യങ്ങളാണ് അതിൻ്റെ നമുക്കുണ്ടാകുന്ന ഉത്കണ്ഠയ്ക്കുള്ള കാരണം. അതായത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കാതിരിക്കുകയും അത് മനസ്സിലാക്കുമ്പോൾ വരുന്നുള്ള വീഴ്ചകളാണ് നമ്മുടെ ഉൾക്കാഴ്ചയ്ക്ക് ഉത്കണ്ഠയ്ക്ക് നമുക്ക് കാരണം. അപ്പോൾ ആ ഒരു ഉൾക്കാഴ്ച ഉണ്ടാക്കി കൊടുക്കുക. ആ ഉൾക്കാഴ്ച ഉണ്ടാക്കി കൊടുക്കുമ്പം എൻജോയ് ദ ബ്യൂട്ടി ഓഫ് ദ പ്രസന്റ് മൊമെന്റ്. ഇതാണ് എക്സിസ്റ്റൻഷ്യൽ അപ്രോച്ചിൽ പറയുന്നത്. അപ്പോൾ നമ്മളുടെ നിലനിൽപ്പ്, ഞാൻ ആരെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ മനസ്സിലാക്കുന്നതിനെ കൂടി അത് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം നമ്മളിലേക്ക് ഉണ്ടാക്കുക. അത് ഉണ്ടാക്കാൻ വേണ്ടി ഒരാൾക്ക് സെൽഫ് അവയർനെസ്, ഉൾക്കാഴ്ച ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരവാദിത്വവും അത് എടുക്കാനായ കാരണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കൊടുക്കാം. എന്നിട്ട് ക്രിയേറ്റിംഗ് എ മീനിങ്ഫുൾ, അർത്ഥവത്തായ ഒരു ബന്ധം മറ്റുള്ളവരുമായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. അതോടുകൂടി അവരുടെ ഓതൻറ്റിസിറ്റി, സെൽഫിനെ വളർത്തി അവർ ഉത്കണ്ഠയെ കുറച്ച് ആൻഡ് പ്രസൻറ്റ് ലൈഫ്, ഇപ്പോഴത്തെ കാര്യത്തിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുക. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സംഗതികൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇത് ഓരോ പോയിന്റുകളാണ് പറഞ്ഞത്. ഇത്രയും പോയിന്റുകൾ നമ്മൾ എക്സിസ്റ്റൻഷ്യൽ ആൻഡ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിനകത്തുണ്ട്. നിലനിൽപ്പിൻ്റെ എക്സിസ്റ്റൻഷ്യൽ എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ്, അവനിവിടെ ഉണ്ടാകുന്ന ജീവിതപരമായ സാമീപ്യം പ്രാപിക്കുന്നതിനുള്ള ഒരു അർത്ഥവത്തായ ലൈഫ്, ജീവിതത്തെ കണ്ടുപിടിക്കാനുള്ള ഒരു കൗൺസിലിംഗ് മെത്തേഡ് ഇതാണ്. പിന്നെ പേഴ്സണൽ സെൻറ്റേഡ്, വ്യക്തിപരമായിട്ട്, ഇത് കാൾ റോഗേഴ്സ് ഉണ്ട്, സെൽഫ് ഇതാണ്.
എന്നെ മനസ്സിലാക്കി എന്നെ സംബന്ധിച്ചത് കാൾഡർഗോസ് അതാണ് പറയുന്നത്. ഞാനെന്ന കാര്യം, ഞാൻ എന്താണ്, എനിക്ക് എന്നെ സംബന്ധിച്ചത്, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക. അതാണ് കാൾഡർഗോസിന്റെ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. അതിനകത്ത് പേഴ്സൺ സെൻറ്റേഡ്, അത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കുക, നമ്മൾ ഗ്രൂപ്പിനല്ല, ഒരു വ്യക്തിയെ സംബന്ധിച്ചോ. കാരണം ഒരു വ്യക്തിയാണ് സമൂഹത്തിലേക്ക് പോകുന്നത്. പല വ്യക്തികൾ ചേരുമ്പോഴാണ് ഒരു സമൂഹം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് കൂടുന്നതാണ് നമ്മൾ കാൾഡർഗോസിന്റെ സെൻറ്റർ. അപ്പോൾ അങ്ങനെ ഒരു കൂടുമ്പോൾ, അവരുമായിട്ട് ചേരുമ്പോൾ ഞാൻ എന്ന അല്ലെങ്കിൽ സെൽഫ് അവയർനെസ് ഉണ്ടാകുക. അതാണ് കാൾഡർഗോസിന്റെ ഹ്യൂമനിസ്റ്റ് പേഴ്സൺ സെൻറ്റേഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഈച്ച് ഹ്യൂമൻ ഈസ് റാഷണൽ ആൻഡ് വർത്തി. അപ്പം നമ്മൾ ഇവർ നിലനിൽക്കുമ്പം, അതായത് എന്നെ ഞാൻ മനസ്സിലാക്കുമ്പം, എൻ്റെ കഴിവുകളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, ഞാൻ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കുമ്പം, എൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യം എന്തെന്ന് മനസ്സിലാക്കുമ്പോൾ, ഞാൻ വിലയുള്ള ഒരാളാണ്, സമൂഹത്തിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിന് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു തോന്നലുണ്ടാക്കുക. ഇതാണ് പേഴ്സൺ സെൻറ്റേഡ്, അതായത് വ്യക്തിപരമായിട്ട് പേഴ്സൺ സെൻറ്റേഡ് ഒരു വ്യക്തിയെ ഉദ്ദേശിച്ച് ചെയ്യുന്ന പരിപാടിയാണ്. ദെൻ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും റിയൽ ലൈഫ് എന്ന് പറയുന്നത് ഞാനിപ്പം ജീവിക്കുന്നത്, അതാണ് നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഈഗോ എന്ന് പറയുന്നത്. ഈഗോ എന്ന് പറയുന്നതും നമ്മൾ ഐഡിയൽ, നമ്മൾ ആരാകണമെന്ന് ആലോചിക്കണം, ആരാകണമെന്ന് വായിക്കുന്നത് നമ്മൾ സൂപ്പർ ഈഗോ ആണ്. ഇത് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് എപ്പോഴും ഉണ്ടാവും. അതിനകത്ത് ആ റിയൽ ലൈഫിലേക്ക്, റിയൽ സെൽഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പേഴ്സൺ സെൻറ്റേഡ് തെറാപ്പി ഓർ PCT ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പം ഇത് എന്താണ് നമ്മൾ ഇതിൻ്റെ ഗോൾ, ലക്ഷ്യം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, പേഴ്സൺ സെൻറ്റേഡ് തെറാപ്പിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് തുറന്ന ഒരു സമീപനം, നമ്മൾ എന്തെങ്കിലും നടക്കും അതിനോടുള്ള തുറന്ന സമീപനം, അതിൻ്റെ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് എന്താണെങ്കിലും അതിനോടൊരു തുറന്ന സമീപനം നമുക്കുണ്ടാകുക. അപ്പം ഒരാൾ സാഹചര്യങ്ങളോട് തുറന്ന മനസ്സോടുകൂടി ചേരാനുള്ള ഒരു അവസ്ഥ ആൾക്കുണ്ടാക്കി കൊടുക്കുകയാണ്. ഈ പരിസ്ഥിതിയുമായിട്ട് നമുക്ക് ചേരാൻ പറ്റാതെ വരും, പൊരുത്തക്കേടുകളുണ്ടാകും. കോൺഗ്രൻസ് പൊരുത്തമുണ്ടാകും, ഇൻകോൺഗ്രൻസ് പൊരുത്തക്കേട്. അപ്പം ഇതുമായിട്ട് സമൂഹമായിട്ട് അല്ലെങ്കിൽ സമൂഹമായിട്ടില്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളുമായിട്ടുള്ള കുടുംബവുമായിട്ട് ഒരാൾക്കുണ്ടാകുന്ന ആ ചേർച്ച, അതിനോടുണ്ടാകുന്ന സാമീപ്യം, അല്ല അതിനോടുണ്ടാകുന്ന എഴുതിച്ചേരൽ, അത് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇല്ലാതിരിക്കുന്ന അവസ്ഥ, ഇൻകോൺഗ്രിയൻസ്, ചേരാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് അതിനെ മാറ്റിയെടുക്കുക, അത് കുറയ്ക്കുക. അത് ഓർഗാനിസ്റ്റിക് വാല്യൂ എന്ന് വെച്ചാൽ അവൻ്റെ കഴിവുകൾ ഞാൻ എന്നൊരു വ്യക്തിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, എൻ്റെ വ്യക്തിപരമായിട്ട് നമുക്ക് സമൂഹത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, എൻ്റെ വ്യക്തിപരമായിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് എന്തൊക്കെ സാധിക്കും. അപ്പം ഇതാണ് PCTയിലെ മെയിൻ ഗോള്. കാരണം അവൻ്റെ വാല്യൂ, അവൻ്റെ വില കൂട്ടുക. എന്നിട്ട് നമ്മളിതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ, എബ്രഹാം മാസ്ലോവിൻ്റെ തിയറി സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പം നമുക്ക് ആ ആക്ച്വലൈസേഷൻ, എല്ലാം നമ്മൾ ചെയ്ത കാര്യങ്ങൾക്ക് എല്ലാത്തിൻ്റെ ടോപ്പ് ലെവലിൽ നമ്മൾ എത്തുക. അപ്പോൾ ആ ആക്ച്വലൈസേഷന് വേണ്ടി, സെൽഫ് ആക്ച്വലൈസേഷന് വേണ്ടി നമ്മൾ ഒരാളെ മുൻപോട്ട് കൊണ്ടുവരിക, എ ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ. ഇത് കഴിഞ്ഞിട്ട് ഇവനെ ഫുള്ളി ഒരു ഫങ്ഷൻ പേഴ്സണായിട്ട് മാറ്റുക. അപ്പം അവൻ്റെ കാര്യത്തിൻ്റെ ഓപ്പൺനെസ്, സമൂഹത്തോടുള്ള അവൻ്റെ സമീപനത്തെക്കുറിച്ച് മാറ്റുക, സമൂഹ പരിസ്ഥിതിയുമായിട്ട് ഒത്തുചേരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ കുറയ്ക്കുക, അതായത് കൂടുതൽ നമ്മൾ സമൂഹമായിട്ട് ചേരാൻ നമ്മൾ പഠിപ്പിക്കുക, ആന്തരികമായ കഴിവുകൾ, ആ വാല്യൂവിനെ നമ്മൾ മനസ്സിലാക്കി അവനെ സെൽഫ് ആക്ച്വലൈസേഷന് വേണ്ടിയിട്ടും, അതായത് ഒരു വിജയത്തിൻ്റെ പരമോന്നത പദവിയിലേക്ക് കൊണ്ടുവരാൻ വന്നുകൊണ്ട് ഒരു വ്യക്തമായി ഒരു ഫങ്ഷൻ ചെയ്യിക്കും. ഇതാണ് PCTയുടെ ഇത്. ഇതിനൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? അപ്പം ഇവർ ഏതുമായിട്ട് ചേരാൻ, ആ പരിസ്ഥിതിയുമായിട്ട് താരതമ്യം പ്രാപിക്കുക, ഒത്തുചേരാനായിട്ടുള്ള തെറാപ്പിസ്റ്റിനുള്ള കഴിയും, അവൻ്റെ സത്യസന്ധതയാണ് ഇതിനകത്ത് ആദ്യത്തെ കാര്യം. അതായത് നമ്മൾ ഒരാളോട് പറഞ്ഞു കൊടുക്കുമ്പം ആ പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് അതെന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇതുമായിട്ട് ഒരു താരതമ്യം പ്രാപിക്കാൻ, ഒന്നിക്കാൻ തെറാപ്പിസ്റ്റിന് കഴിയണം. എന്നിട്ട് അയാൾക്ക് സത്യസന്ധത ഉണ്ടാകണം.
അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പം അതിനുണ്ടാകുന്നതായ റിവാർഡ് എന്ന് പറയുന്നത് കണ്ടീഷൻ ആയിരിക്കാൻ പാടില്ല, ഫ്രീ ആയിട്ടായിരിക്കണം. അപ്പം അതാണ് ഇതിനകത്ത് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡാണ് ഉണ്ടാകുന്നത്. പിന്നെ എംപത്തറ്റിക് അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പം സിമ്പതി അല്ല, അയ്യോ അങ്ങനെയാണോ എന്നുള്ളതല്ല, അത് നമ്മുടെ തന്നെയാണ് എന്നുള്ളത്. അവരുടെ ഷൂവിൽ നമ്മൾ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് നമ്മൾ എങ്ങനെയാണ് അനുഭവിക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് അവരെ മനസ്സിലാക്കുക. അപ്പോൾ ഈ കാര്യങ്ങളാണ്. പിന്നെ ക്ലൈൻറ്റ് കോൺക്രിയൻസ് ആണ്. അപ്പോൾ ക്ലൈൻറ്റിനെ നമ്മളിത് ചെയ്യുമ്പം ഒരു എംപതറ്റിക് അണ്ടർസ്റ്റാൻഡിങ് കൂടി വേണം. അതിനകത്ത് ക്ലൈൻറ്റ് ഇൻകോൺക്രിയൻസ്, അത് അവർ താരതമ്യം പ്രാപിക്കാൻ അത് ചേരാനുള്ള, സമൂഹമായിട്ട് ചേരാനായിട്ടുള്ള. അപ്പോൾ കൗൺസിലർ ആ ചെയ്യുന്ന കൗൺസിലിയായിട്ട് നമ്മൾ താരതമ്യം പ്രാപിക്കണം. അവരുമായിട്ട് നമ്മൾ ഒരേ ചിന്താഗതിയിലേക്ക് നമ്മൾ വരിക. അത് കഴിഞ്ഞ് കൗൺസിലറും ക്ലയൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ന്യൂട്രൽ ഇതായിരിക്കും. ഒരിക്കലും ബോസിങ് ആകിയിരിക്കുന്നത്. ആക്ച്വലി നമ്മളൊരു വഴികാട്ടി മാത്രമാണ്. നമ്മൾ ആ സാഹചര്യത്തിലേക്ക് വന്ന് ചേരാനായിട്ട് ആളെ കൊണ്ട് നടക്കുന്ന, ഇറ്റ്സ് ഓൺലി എ ഡ്രൈവിംഗ് ഫോഴ്സ്, ഇറ്റ്സ് ഓൺലി എ മോട്ടിവേറ്റർ. അതാണ് ക്ലയൻറ്റും കൗൺസിലറും. ഒരിക്കലും ഒരു ക്ലയൻറ്റിൻ്റെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കാനോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനോ നമ്മൾ ശ്രമിക്കാൻ പാടില്ല. അതേസമയം നമ്മൾ പറയേണ്ട സ്ഥലത്ത് നമ്മൾ സ്ട്രോങ് ആയിട്ട് പറയുകയും വേണം. പറയേണ്ട കാര്യങ്ങൾ അവരെ ഹർട്ട് ചെയ്യാതെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി. ഇതാണ് ക്ലയൻറ്റും കൗൺസിൽ റിലേഷൻഷിപ്പ്. പിന്നെ ക്ലയൻസിൻ്റെ പെർസെപ്ഷൻ, അവരുടെ ചിന്താഗതിയെ നമ്മൾ എങ്ങനെ പെർസീവ് ചെയ്യുന്നു, ഈ സംഗതിയെക്കുറിച്ച് അവരെങ്ങനെ പെർസീവ് ചെയ്ത് വരും, അത് ആണ് നമ്മൾ മാറ്റേണ്ട, അല്ലെങ്കിൽ ആണ് നമ്മൾ വളർത്തിയെടുക്കേണ്ട കാര്യങ്ങൾ. Then cognitive approach. The sum of the total voluntary or involuntary overt behavior. ഇപ്പോൾ ബിഹേവിയറൽ റിപ്രട്ടേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കോയിൻ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാം കൂടെ കൂട്ടി അയാൾ ഇൻവോളണ്ടറി ഓവേർട്ട് ബിഹേവിയർ, അറിയാതെ നമ്മൾ പുറത്തേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അതാണ് അയാളുടെ പ്രശ്നം. അപ്പോൾ ഒരു കോഗ്നേറ്റീവ് ബിഹേവിയറൽ അപ്രോച്ചിനകത്ത് കോഗ്നേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ചിന്തിക്കുന്നത്, ചെയ്യുന്നത്, അവൾ മനസ്സിലാക്കുന്നത്, കാണുന്നത്, അല്ലെങ്കിൽ എങ്ങനെ പെർസീവ് ചെയ്യുന്ന കാര്യത്തെ എങ്ങനെ വിലയിരുത്തുക, ഇതാണ് നമ്മൾ ബിഹേവിയറൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി പുറത്തേക്കുള്ള ബിഹേവിയറാണ് ഒരാളെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അപ്പം ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ റിലേറ്റീവ്ലി പെർമനൻറ്റ് ഒബ്സർവബിൾ ചേഞ്ച് നമ്മളിത് പഠിപ്പിച്ചു കൊടുക്കുക. ബിഹേവിയറൽ റിപ്പോർട്ട് അത് കണ്ടു കഴിയുക. നമ്മൾ ഇയാളെ ലേണിംഗ് എങ്ങനെ ലേൺ ചെയ്യുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ലേണിംഗ് എന്നത് ഈസ് എ പ്രോസസ്. ചേഞ്ചസ് ഓർ മോഡിഫൈസ് യുവർ ബിഹേവിയർ പെർമനൻ്റ് ഓർ ടെമ്പററി. നമ്മുടെ ഈ പഠിത്തം കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിയിൽ ഒരു വ്യത്യാസം വരുത്തിയിരിക്കണം. ആ വ്യത്യാസം എന്ന് പറയുന്നത് സ്ഥിരമായി നിൽക്കുന്ന കാര്യങ്ങളാകാം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചേഞ്ചുകളാകാം. ലേണിംഗ് കൊണ്ട്, പഠിക്കുന്ന കൊണ്ട്, അല്ലെ പഠിപ്പിക്കുന്നത് കൊണ്ട് അവനിൽ ഒരു വ്യത്യാസം ഉണ്ടാകണം. അപ്പം വ്യത്യാസം വരാത്ത ഒന്നും പഠിത്തമായിട്ട് നമ്മൾ കൂട്ടാറില്ല. there should be a change. അപ്പം എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന് വ്യക്തമായൊരു മാറ്റമുണ്ടെങ്കിൽ മാത്രമേ അതിന് പഠിത്തം എന്ന് പറയാൻ പറ്റൂ. ലേണിംഗ് ഈസ് എ പ്രോസസ് വിച്ച് ചേഞ്ചസ് ഓർ മോഡിഫൈസ് ദ ബിഹേവിയർ. അപ്പോൾ ഒരു സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകും. ദ ചേഞ്ചസ് മേ ബി പെർമനൻറ്റ് ഓർ ടെമ്പററി. ചിലപ്പോൾ താൽക്കാലികമായിട്ടുള്ളതാകാം, അല്ലെങ്കിൽ സ്ഥിരമുള്ളതായിരിക്കും. പക്ഷെ മാറ്റം വരാത്തതൊന്നും നമ്മൾ പഠനമെന്ന് പറയുകയില്ല. നമ്മൾ ഡിഗ്രി നമ്മൾ വാങ്ങിക്കുമ്പോൾ, നമ്മൾ സർട്ടിഫിക്കറ്റ് നമ്മൾ കിട്ടുമ്പോൾ, സർട്ടിഫിക്കറ്റ് അത് വെറും ഒരു പേപ്പർ മാത്രമാണ്. പക്ഷെ അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നെങ്കിൽ അതിന് ലേണിംഗ് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതൊരു ഡിഗ്രി മാത്രമാണ്. ഡിഗ്രി ഒരു ലേണിംഗ് എന്ന് പറയാൻ പറ്റില്ല. ഡിഗ്രി നമ്മൾ എന്ത് കാണിച്ചു അതിന് കിട്ടുന്നതായ ഒരു റിവാർഡ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ മാത്രമാണ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു മാറ്റം മനുഷ്യരുണ്ടാകുമ്പോൾ ആ മാറ്റമാണ് ലേണിംഗ് എന്ന് പറയുന്നു. ഷേപ്പിംഗ്, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ മോഡൽ ചെയ്യാം. കാരണം ഇത് സമൂഹത്തിനും സാഹചര്യത്തിനും വേണ്ട ഏത് രീതിയിലാണോ എന്ന് വെച്ചാൽ അതിനെ നമ്മൾ ഷേപ്പ് ചെയ്ത് രൂപഭാവങ്ങൾ കൊടുത്ത് നമ്മൾ പുറത്തേക്ക്. ഇതാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ അപ്രോച്ച് നമ്മൾ ചെയ്യുന്നത്. ഇതിന് പല രീതിയിലുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ബിഹേവിയർ മോഡിഫിക്കേഷന് വേണ്ട പല മാർഗം.
തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇവാൻ പാവ്ലോവ് തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷൻ എന്ന് പറയും. അത് ഏതെങ്കിലും നമ്മളൊരു റിവാർഡ് ഏതെങ്കിലും ഒന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതായത് നാച്ചുറൽ ആൻഡ് അൺകണ്ടീഷൻ സ്റ്റിമുലേ ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം കണ്ടീഷണൽ സ്റ്റിമുലേ നാച്ചുറൽ സ്റ്റിമുലേ ആയിട്ട് ആക്ട് ചെയ്യും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അവന് റിവാർഡ് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക, അതിനെ ഒരു മോട്ടിവേറ്റ് ചെയ്യുക. അപ്പം മോട്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ ബിഹേവിയർ നമ്മൾ കണ്ടീഷൻഡാകും. ഉദാഹരണത്തിന് ഒരു കുട്ടിയെ നമ്മൾ പഠിക്കാനായിട്ടിരിക്കുക. അപ്പോൾ പഠിക്കാതിരിക്കുമ്പോൾ നമുക്ക് മുട്ടായി കൊടുക്കുക, അല്ലെങ്കിൽ പഠിച്ച് മാർക്ക് വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു റിവാർഡ് ഒരു ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ കൊടുക്കുക. അപ്പോൾ അതൊരു മോട്ടിവേഷനായി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതില്ലാതെ തന്നെ കുട്ടിക്ക് പഠിക്കാനുള്ളൊരു സ്വഭാവം ഉണ്ടാകും. അപ്പോൾ ഇതാണ് കണ്ടീഷൻ എന്ന് പറയാം. ഇപ്പോൾ B.S. കെൻഡറൊക്കെയാണ് ബിഹേവിയർസിനെ തിയറി ഓഫ് ക്ലാസിക് കണ്ടീഷൻ. B.S. കെൻഡർ പറയുന്നത്, ഗിവ് മി എ ഡസൻ ഓഫ് നോർമൽ ഇൻഫൻസ്, I will make them doctors, engineers, or whatever you want to be by condition, or by giving the instruction, or by training. അപ്പോൾ ഈ ക്ലാസിക്കൽ കണ്ടീഷനകത്ത് B.S. കെൻഡറൊക്കെ പറയുന്ന ബിഹേവിയർ കെൻഡറൊക്കെ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗിവ് മി എ ഡസൻ ഓഫ് നോർമൽ ഇൻഫൻസ്, എനിക്ക് ഒരു ഡസൻ സാധാരണ കുട്ടികളെ തന്നാൽ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും അവരെ കണ്ടീഷൻ ചെയ്തിട്ടും അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും നിങ്ങൾ പറയുന്ന രീതിയിൽ ആ കുട്ടികളെ ആക്കിത്തരാം. നിങ്ങൾക്ക് ഡോക്ടേഴ്സ് വേണോ, അതിൽ നിന്ന് ഡോക്ടേഴ്സിനെ ഉണ്ടാക്കിത്തരാം. എൻജിനീയേഴ്സ് വേണോ, അതിനെ എൻജിനീയേഴ്സ് ഉണ്ടാക്കിത്തരാം. അല്ല നിങ്ങൾക്ക് ആർട്ടിസ്റ്റിനെ വേണോ, ആർട്ടിസ്റ്റിനെ ഉണ്ടാക്കിത്തരാം. ദിസ് കോൾഡ് തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഇവാൻ പാവ്ലോവ്. ദെൻ ഒപ്പേറൻ്റ് ആണ്. ഒപ്പേറൻ്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പഠിക്കണം എന്നുണ്ടെങ്കിലും അതിനൊരു റിസൾട്ട് ഉണ്ടായിരിക്കണം. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും ആ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. കാരണം സ്റ്റിമുലസ് റെസ്പോൺസ് എന്ന് പറയും. ഒരു സ്റ്റിമുലസ് ഉണ്ടെങ്കിൽ അതിനൊരു റെസ്പോൺസ് ഉണ്ടാകാം. അത് നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം. അപ്പം പനിഷ്മെൻറ്റ് ഈസ് എ നെഗറ്റീവ് റിസൾട്ട്. അത് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പം അത് തെറ്റാണെങ്കിൽ അതിന് നമ്മൾ പനിഷ്മെൻറ്റ് കിട്ടുക. അപ്പം നമ്മൾ ചെയ്യാൻ തയ്യാറാകുകയാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതൊരു ശരിയാണെന്നിരിക്കട്ടെ, അതിനൊരു പോസിറ്റീവ്, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റിമുലസ് റെസ്പോൺസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഫലം, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുക. ദാറ്റ് ഈസ് കോൾഡ് ഒപ്പേറൻ്റ് കണ്ടീഷനിങ്. അപ്പോൾ ഒപ്പേറൻസ് B.S. കെൻഡർ ഒപ്പേറൻ്റ് കണ്ടീഷനിങ്ങിൻ്റെ തിയറിസ്റ്റാണ്. ഇവാൻ പാവ്ലോവ് ഒക്കെ ക്ലാസിക്കൽ കണ്ടീഷനിൻ്റെ ആൾക്കാരാണ്. പക്ഷെ ഇതെല്ലാം നമ്മൾ ബിഹേവിയറിസ്റ്റിക് തിയറിക്കകത്ത് വരുന്നതാണ്. അപ്പം ഇവാൻ പാവ്ലോവ് ആണെങ്കിലും B.S. കെൻഡർ ആണെങ്കിലും തോൺകെ ആണെങ്കിലും ഇവരെല്ലാം ബിഹേവിയറിസ്റ്റിക് സയൻറ്റിസ്റ്റിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. പിന്നെ സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പഠിക്കുന്നുണ്ട്. രണ്ടുപേരും മില്ലർ ആൻഡ് ബെൻഡർ രണ്ടുപേരാണ് സോഷ്യൽ ലേണിംഗ് തിയറിയെ കൂടുതൽ നമ്മൾ പഠിക്കുന്നത്. അപ്പം എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഒന്നുകിൽ നമ്മൾ സമൂഹത്തിൽ നമ്മൾ കണ്ടിട്ട് നമ്മൾ കാര്യങ്ങൾ പഠിക്കുക, നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം കണ്ടു, അപ്പം അതിൻ്റെ ഫലം ഇന്നതാണെന്ന് കണ്ടു, ആ ഫലം നല്ലതാണെന്ന് തോന്നിയാൽ നമ്മളത് പഠിച്ചു വെച്ച് നമ്മൾ വീണ്ടും അത് റീപ്രൊഡ്യൂസ് ചെയ്യുക. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഹീറോ വർഷിപ്പ്. ഒരു സിനിമയിലെ നായകനെ കണ്ടു, ആ നായകനെ പോലെ നമ്മൾ ആകാൻ ശ്രമിക്കുക. അല്ലെ നായികയെ കണ്ടു, നായികയുടെ രീതിയിലുള്ള നമ്മൾ വേഷം ഒക്കെ നമ്മൾ ധരിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹീറോ വർഷിപ്പ്, ഒരു കഥ പുസ്തകം വായിച്ചു, പുസ്തകത്തിനകത്ത് ഒരു ഹീറോയെ പോലെ നമ്മൾ പെരുമാറാൻ, അല്ല നടക്കാൻ, നമ്മൾ ചിന്തിക്കാൻ, അങ്ങനെ ചിന്തിക്കുക. ദിസ് കോൾഡ് സോഷ്യൽ ലേണിംഗ് തിയറി. അതായത് ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപഠിക്കുന്ന മാത്രം പോരാ, ആ കഥാപാത്രങ്ങളെ, ആ വ്യക്തികളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തുക, ആ കഥാപാത്രമായിട്ട് നമ്മൾ ജീവിക്കുക. അതാണ് സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ മൂന്ന് തിയറ്റിക്കൽ ഫ്രെയിംവർക്കാണ് നമ്മൾ ഹ്യൂമനിസ്റ്റിക്, ക്ലാസിക്കൽ, ഒപ്പേറൻ്റ് ആൻഡ് സോഷ്യൽ ലേണിംഗ്. ഇതിൻ്റെ ടെക്നിക്സ് എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക? ഫസ്റ്റ് വൺ ഇസ് റിലാക്സേഷൻ ട്രെയിനിങ്. ജേക്കബ്സൺ റിലാക്സേഷൻ ടെക്നിക്സ് പോലെ ധാരാളം റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ട്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റിലാക്സേഷൻ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ജേക്കബ്സൺ റിലാക്സേഷൻ ടെക്നിക്സ് ആണ്. ജേക്കബ്സൺ പ്രോഗ്രസീവ് റിലാക്സേഷൻ ടെക്നിക്സ്. അപ്പോൾ റിലാക്സേഷന് കുറേ കൊടുക്കുക, റിലാക്സേഷൻ ട്രെയിനിങ് നമ്മൾ കൊടുക്കുക. അതായത് നമ്മളൊരു സാഹചര്യത്തിലേക്ക് മാറാൻ വേണ്ടി
നമ്മൾ ഏത് റിജിഡായിട്ട് നിൽക്കുന്നു ആ റിജിഡിൻ്റെ അവസ്ഥ, അതായത് നമ്മൾ ഭയങ്കര സോളിഡ് ആയിട്ടിരിക്കുന്നു, നമ്മളൊന്ന് ഒരു ഫ്ലൂയിഡ് കണ്ടീഷനിലേക്ക് കൂടുക. ദറ്റ് ഇസ് കോൾഡ് റിലാക്സേഷൻ ടെക്നിക്സ്. ദെൻ റോൾ പ്ലേ. നമ്മൾ ഏതാണ് നമ്മൾ റോൾ എടുക്കുന്നത് ആ റോളിൻ്റെ രീതിയിൽ നമ്മൾ ആളെ നമ്മൾ ചേഞ്ച് ചെയ്യുക, മോഡിഫിക്കേഷൻ ചെയ്യുക. ആ റോൾ പ്ലേ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. ഒരു റോൾ ഇപ്പം നിങ്ങളൊരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് എങ്ങനെ ചെയ്യും? കഴിഞ്ഞ ദിവസം ഞാൻ റേഡിയോ കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെല്ലാവരും സ്കൂളിലെ ടീച്ചേഴ്സായിട്ട് പ്രഥമ അധ്യാപകൻ മുതൽ അവിടുത്തെ സ്റ്റാഫ് വരെ ആയിട്ട് നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യിച്ചിട്ട് അല്ലെങ്കിൽ കുട്ടികളോട് പറഞ്ഞ് അവർക്ക് ആ സ്ഥാനം കൊടുക്കുക. ദിസ് കോൾഡ് ദ റോൾ പ്ലേ. റിയൽ സിറ്റുവേഷൻ അല്ല, ഇതൊരു റോളിൻ്റെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ചെയ്യാൻ അല്ലെങ്കിൽ പെരുമാറാൻ വേണ്ടി നമ്മൾ പഠിപ്പിക്കുക. ദാറ്റ് ഇസ് കോൾഡ് ദ റോൾ പ്ലേ. ഇത് ഗ്രേഡഡ് ടാസ്ക് അസൈൻമെൻറ്റ്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ അതിന് ടിക്ക് നമ്മൾ കൊടുക്കും. കുട്ടികൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ആ കുട്ടികൾക്ക് നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഗ്രേഡ് കൊടുക്കുക, എത്ര മാർക്ക്. ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത്ര കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് 10 ദിവസം, അത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു 10 അസൈൻമെൻറ്റ് എഴുതാണ്ട് 5 അസൈൻമെൻറ്റ് എഴുതി നമ്മളതിന് നിനക്കൊരു മാർക്ക് കിട്ടും. അപ്പോൾ അടുത്ത 5 കൂടി എഴുതും, 10 തീർന്നു കഴിയുമ്പോൾ നമുക്ക് നിനക്കൊരു ഗിഫ്റ്റ് തരും. അപ്പോൾ ഇതാണ് ടാസ്ക്. ആ അസൈൻമെൻറ്റിന് നമ്മൾ തീർത്തിട്ട് അതിനൊരു ഗ്രേഡ് കൊടുക്കുക, അതിനൊരു അംഗീകാരം കൊടുക്കുക. അതാണ് അടുത്തത്. ദെൻ ആക്ടിവിറ്റി സ്കെഡ്യൂളിങ്. അപ്പോൾ ആക്ടിവിറ്റി സ്കെഡ്യൂൾ എന്ന് വെച്ചാൽ നമ്മൾ കാര്യം നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ അപ്പോൾ ഇന്ന രീതിയിലാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ ഓഫീസിൽ ഇന്ന രീതിയിലാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ ഇന്ന രീതിയിലാണ്, അല്ലെങ്കിൽ സ്കൂളിൽ ഇന്ന രീതിയിലാണ്. അപ്പം ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, പഠിക്കാനുള്ളത് ഇത്ര സമയത്ത് പഠിക്കണം, ഇത്ര സമയത്ത് കളിക്കണം, ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ആക്ടിവിറ്റിയുടെ സ്കെഡ്യൂൾ ചെയ്ത് കൊടുക്കുക, ഒരു രൂപരേഖ ഉണ്ടാക്കി കൊടുക്കുക. ദെൻ പ്ലഷർ റേറ്റിംഗ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എത്ര സന്തോഷം കിട്ടിയിട്ടുണ്ട്, അപ്പം നമ്മളതിനെ റേറ്റ് ചെയ്യുക. ഒരു കാര്യം കഴിഞ്ഞിട്ട് ഈ ആക്ടിവിറ്റിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം. നമ്മളിപ്പോൾ എപ്പോഴും വരാറുണ്ട്, എന്തെങ്കിലും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബാങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമുക്കൊരു വിളി വരും, നിങ്ങൾ ഈ പെരുമാറ്റത്തിൽ നല്ല ബാങ്കിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ നിങ്ങൾ എത്രയായിട്ട് റേറ്റ് ചെയ്യും. നമ്മളൊരു ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ സെൻഡ് എ മെസ്സേജ്, നിങ്ങൾ ഇതിനെ ഒന്ന് റേറ്റ് ചെയ്യും. ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ റേറ്റിംഗ് വരും. ദാറ്റ് ഇസ് കോൾഡ് പ്ലഷർ റേറ്റിംഗ്. ദെൻ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു സംഗതിയോടുണ്ടെങ്കിൽ അതിനെ നമ്മൾ കാണിച്ച് അതിനോടുള്ള ഭയം അല്ല അതിനോടുള്ള ചിന്താഗതി നമ്മൾ മാറ്റിയെടുക്കുകയാണ്. അപ്പം ഒരു ഉദാഹരണം മാത്രം പറയുകയാണ്. ഇത് നമ്മൾ ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഒരാൾക്കൊരു വളർത്തുന്ന മൃഗത്തെ, എക്സാമ്പിൾ പൂച്ചയെ പേടിയുണ്ട്. അപ്പോൾ ആ പൂച്ചയോടുള്ള ഭയത്തെ നമ്മൾ മാറ്റാൻ വേണ്ടി ആദ്യം നമ്മൾ ആളെ പൂച്ചയുടെ അടുക്കിലേക്ക് കൊണ്ടുവിടുകയല്ല ചെയ്യുന്നത്. ആദ്യം നമ്മൾ പല പ്രാവശ്യം പൂച്ച എന്ന് പറയും. അപ്പോൾ ആളിത് കേൾക്കും. അപ്പോൾ കുറേ പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ പ്രശ്നമില്ല, അല്ലെങ്കിൽ പൂച്ച എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓടുന്ന ആളാണെന്നിരിക്കണം. അത് കഴിഞ്ഞ് പൂച്ചയുടെ ചില പടങ്ങളൊക്കെ നമ്മൾ കാണിക്കും. അപ്പോൾ പതുക്കെ ഡീസെൻസിറ്റൈസേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പതുക്കെ നമ്മൾ പൂച്ചയുടെ ശബ്ദങ്ങൾ കേൾപ്പിക്കുക, പൂച്ചയുടെ അടുക്കിലേക്ക് കൊണ്ടുപോകാം, മറ്റുള്ളൊരു പൂച്ച കളിപ്പിക്കുന്ന കാണും. അങ്ങനെ പതുക്കെ അതിനോടുള്ള ഡീസെൻസിറ്റൈസേഷൻ നമ്മൾ ചെയ്യാം. സെയിം തന്നെ നമ്മൾ ആൽക്കഹോൾ അബോർഷൻ തെറാപ്പി. അപ്പം എവിടെയൊക്കെയാണ് ആൽക്കഹോളിനവർക്ക് പ്രശ്നമുള്ളത്, എവിടെയൊക്കെയാണ് ആൽക്കഹോൾ കഴിക്കണം എന്ന് താല്പര്യം വരിക, ആ സാഹചര്യത്തിലോട്ട് നമ്മളുള്ള അപ്രോച്ച് നമ്മൾ മാറ്റി എടുക്കാം. ഡീസെൻസിറ്റൈസേഷൻ, അതിനെ നമ്മൾ ഡീസെൻസിറ്റൈസ് ചെയ്യാം. അപ്പോൾ ഇത് പല രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഹിപ്നോട്ടിക് തെറാപ്പി കൊണ്ട് ചെയ്യാൻ പറ്റും, മെഡിസിൻ കൊണ്ട് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും, അവേർഷൻ തെറാപ്പി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോഴൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അത് ആ സംഗതി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള സജഷൻസ് കൊടുക്കാം. ഇറ്റ്സ് കോൾഡ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. പിന്നെ ഫ്ലഡിങ്, ആ കാര്യത്തെക്കുറിച്ച് തന്നെ നമ്മൾ പറഞ്ഞ് അത് ഫ്ലഡ് ചെയ്ത് വെട്ടിച്ചാർന്ന് നമ്മൾ ചെയ്യും. ദെൻ അബോർഷൻ തെറാപ്പി. അബോർഷൻ തെറാപ്പി പല കേസിലും ആൽക്കഹോളിക്സിന് നമ്മൾ അബോർഷൻ തെറാപ്പി ചെയ്യാറുണ്ട്. പക്ഷേ ആ സാധനത്തെ ആ കാര്യത്തൊക്കെ നമ്മൾ ചിന്ത വരുമ്പോൾ നമുക്ക് അതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക. അപ്പം അത് എന്നിട്ട് പതുക്കെ
ആ സംഗതിയോട് അവേർഷൻ നമ്മൾ വരുത്തുക. നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ അവേർഷൻ തെറപ്പി നമ്മൾ ചെയ്യാറുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. നമ്മുടെ വീട്ടിലൊരു വളർത്തുമൃഗം വന്നിരിക്കുക, നമ്മളേതെങ്കിലും കാലത്ത് നമ്മുടെ കട്ടിലേക്ക് ഇട്ട് നമ്മൾ കിടക്കുന്നുണ്ട്, നമ്മളൊരു അടിയടിക്കും. അത് ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യാൻ പാടില്ല എന്നതിനെ പറഞ്ഞു അതിനെ ഒരു അടി കൊടുക്കുമ്പോഴത്തേക്ക് അടുത്ത പ്രാവശ്യം വീണ്ടും അടി കൊടുക്കും. 2-3 പ്രാവശ്യം അടി വരുമ്പോഴത്തേക്ക് അത് പതുക്കെ 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 അതിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ ഇതാണ് അബോർഷൻ തെറപ്പി. അതുപോലെ കള്ള് കുടിക്കണമെന്ന് ആഗ്രഹിക്കുക. കള്ള് കുടിക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് അതിന് എഗൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അങ്ങനെ പതുക്കെ 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 ആ സംഗതിയോട് വരുമ്പോൾ, അതായത് ഏതാണ് യഥാർത്ഥത്തിലുള്ള സംഗതി മുമ്പിലുള്ളത്, ആ സംഗതിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്കൊരു പെയിൻഫുൾ എക്സ്പീരിയൻസ് വരികയാണെങ്കിൽ നമ്മൾ അതിനോട് എതിർക്കും. അപ്പം ഇത്തരം ടെക്നിക്സുകളാണ് നമ്മൾ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിലും അല്ലെങ്കിൽ പേഴ്സൺ സെൻറ്റേർഡ് ടെക്നിക്കിലും ഉപയോഗിക്കുക. ഫസ്റ്റ് വൺ ഇസ് റിലാക്സേഷൻ ട്രെയിനിങ്. അതിൻ്റെ മെയിനായിട്ട് നമ്മൾ ജേക്കബ്സൺ റിലാക്സേഷൻ ടെക്നിക്സ്, ജേക്കബ്സൺ പ്രോഗ്രസീവ് റിലാക്സേഷൻ ടെക്നിക്സ് ആണ് നമ്മൾ സാധാരണ രീതി പഠിപ്പിക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഇസ് റോൾ പ്ലേ, പിന്നെ ഗ്രേഡ് ടാസ്ക് അസൈൻമെൻറ്റ്, then activity scheduling, pressure rating, systematic desensitization, flooding, and aversion therapy. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് ചെയ്യുന്നത്. ദെൻ ഐ മൂവ്മെൻറ്റ് ഡിസെൻസിറ്റൈസേഷൻ റീപ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നുണ്ട്. അത് കുറച്ച് ഒരു ടെക്നിക്കൽ വൈസോടെ ഉള്ള സംഗതികളാണ്, എന്നാലും നമ്മളത് ചെയ്യാറുണ്ട്. ബിഹേവിയർ മോഡിഫിക്കേഷൻ ഇതിന് ചെയ്യുന്ന ഒബ്സർവിങ് വൺ സോട്ട്, എന്തൊക്കെയാണ് ഇയാളുടെ കാര്യങ്ങൾ. ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇയാളുടെ ബിഹേവിയർ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒബ്സർവ് ചെയ്യുക. ആദ്യത്തെ ഒബ്സർവേഷനാണ്. ആ ഒബ്സർവിങ് വൺസ് തോട്ട്സ്, അവൻ്റെ പെരുമാറ്റങ്ങൾ, അവൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് നമ്മളൊന്ന് കാണുക. ചേഞ്ച് ദ തോട്ട്സ് വിച്ച് ലീഡ് ടു മാലഡപ്റ്റീവ് ബിഹേവിയർ. എന്നിട്ട് അതിനെ തോട്ട്സിനെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അത് മാലഡാപ്റ്റീവ് ബിഹേവിയർ, അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ ചേഞ്ച് ചെയ്യാം. ഇപ്പം മാലഡാപ്റ്റീവ് ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യാം. സമൂഹമായിട്ട് ചേരാത്ത കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ള ഒബ്സർവ് ചെയ്യുക, അതിനെ നമ്മൾ ചെയ്യുക. അതാണ് ബിഹേവിയർ മോഡിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പം ഏതെങ്കിലും കാരണം എനിക്ക് സാഹചര്യമായിട്ട് ചേരാൻ പറ്റുകയില്ലെങ്കിൽ ആ സാഹചര്യങ്ങളിൽ ചേരാൻ വേണ്ടി അവന് വേണ്ട കഴിവുകൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഒരു കുട്ടിക്ക് സ്കൂളിൽ പോകാനായിട്ട് പ്രശ്നമുണ്ട്, സ്കൂളിൽ പോകുമ്പോൾ അവരുമായിട്ട് ചേരാനായിട്ട്, കുട്ടികളുമായിട്ട് കാണാനായിട്ടുള്ള ഇതുണ്ട്. അത് സമയത്ത് ആ ഇൻഡിവിജ്വലിനെ ആ സിറ്റുവേഷനായിട്ട് കോപ്പി ചെയ്യാനായിട്ട്, ചേരാനായിട്ടുള്ള ചേഞ്ചിങ് ബിഹേവിയർ നമ്മൾ ഉണ്ടാക്കുക. ദെൻ അപ്പം മെഷീൻ ബോഗൻ ഫോക്കസ് ഓൺ ദ ഹെൽപ്പിംഗ് ദ ക്ലൈൻറ്റ് ഡെവലപ്പിംഗ് സ്കിൽസ് ടു കോപ്പ് വിത്ത് സ്ട്രെസ് ആൻഡ് മേഡ് ടേം ഇൻക്ലേഷൻ. അതാണ് കാരണം ഇതാണ് ഇദ്ദേഹം ഉണ്ടാക്കിയത്. കാരണം ഓരോരുത്തർ ഓരോ രീതിയിലാണ് ബിഹേവിയർ മോഡിഫിക്കേഷനെ കുറിച്ച് ഉണ്ടാക്കിയത്. മെയിൻലി ബിഹേവിയർ അവൻ്റെ ഒബ്സർവേഷന്, അവൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒബ്സർവ് ചെയ്ത് ആ ഒബ്സർവേഷന് മാറ്റങ്ങളുണ്ട്, ആ പെരുമാറ്റത്തിലുള്ള. പിന്നെ റാഷണൽ മോട്ടീവ് തെറാപ്പിയാണ് പിന്നെ ചെയ്തത്. ഇതും കോഗ്നിറ്റീവ്, അവൻ്റെ ഒരു കോഗ്നിറ്റീവ് അവൻ്റെ ചിന്താഗതി, അവൻ്റെ കാഴ്ചപ്പാടുകൾ മാറ്റം വരുത്തുന്നതാണ് ഇതും റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞ്. അത്ര ഫേമസ് ആയിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നില്ല. ഇത് ആൽബർട്ട് എല്ലീസ് ആണ് ചെയ്തത്. ആൽബർട്ട് എല്ലീസ് ആണ് ഇതിന് പൈനിയർ, ഈ പ്രോഗ്രാം ഉണ്ടാക്കിയത്. ഇതിനകത്ത് ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ റീസ്ട്രക്ചറിങ് ദ ഫിലോസഫിക്കൽ ആൻഡ് ബിഹേവിയറൽ സ്റ്റൈൽസ്. അപ്പം ഇവൻ്റെ ആ എമോട്ടീവ് ആയിട്ടുള്ളതല്ല, റാഷണൽ ഇമോട്ടീവ് ചിന്താഗതികൾക്ക് നമ്മളൊരു മാറ്റം ഉണ്ടാകത്തക്കൊണ്ടും ചെയ്യുക, അത് റീസ്ട്രക്ചർ ചെയ്യുക. അപ്പോൾ റീസ്ട്രക്ചർ ചെയ്യുന്നത് ഫിലോസഫിക്കൽ ആൻഡ് ബിഹേവിയറൽ സ്റ്റൈൽസ് ആണ്. ഫിലോസഫിക്കലായിട്ട് ആദ്യം നമ്മൾ പഠിച്ചു. ഫിലോസഫിക്കലായി ഞാൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ, അല്ലെ എൻ്റെ എക്സിസ്റ്റൻസ്, എൻ്റെ നിലനിൽപ്പിനുള്ളതായ, അല്ലെങ്കിൽ ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അത് അവൻ്റെ ബിഹേവിയറൽ ആയിട്ടുള്ളത്. അപ്പം എൻ്റെ ചിന്തയും ബിഹേവിയറുമായിട്ടുള്ള ആ ഒരു കോർഡിനേഷൻ ഇല്ലായ്മ, അതിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്ത് എൻ്റെ ചിന്താഗതിയും പെരുമാറ്റവുമായിട്ട് ഒന്നിപ്പിക്കുക. അതാണ് റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി. ആദ്യത്തെ. പിന്നെ അസംഷൻസ്, നമ്മൾ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അസ്യൂം ചെയ്യുക. ശരിക്കും കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും അസ്യൂം ചെയ്യുന്നത് അതിലൊരു റിയലിസ്റ്റിക് സ്റ്റേജിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ അസംഷൻ പലപ്പോഴും റിയൽ ആയിരിക്കണം എന്നില്ല. ആ അസംഷനെ നമ്മൾ മനസ്സിലാക്കി എന്താണ് നിങ്ങൾ അസ്യൂം ചെയ്യുക, അസ്യൂം ചെയ്യുന്നത്
റിയലിസ്റ്റിക് സ്റ്റേജിലേക്ക് കൊണ്ടുവരിക. ദെൻ അപ്പം പല നമ്മുടെ ഉണ്ടാകുന്ന സൈക്കോളജിക്കൽ പ്രോബ്ലം ഇറാഷണൽ തിങ്കിങ് കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി അവർ ഒരു റാഷണൽ തോട്ട്സ് ഉണ്ടാക്കുക. അപ്പോൾ ഇറാഷണൽ തോട്ട്സ് ആണ് പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിൽ അത് മാറ്റി നമുക്ക് അവർക്കൊരു റാഷണൽ തോട്ട്സ് ഉണ്ടാക്കുക. ഇതാണ് റാഷണൽ മോട്ടീവ് ബിഹേവിയർ. അപ്പം അത് മനസ്സിലാക്കുക. ഇത് ഇറാഷണൽ ആയിട്ടുള്ള തിങ്കിങ്, ഒരാളിലുള്ള ഇറാഷണൽ ആയിട്ടുള്ള തിങ്കിങ് അത് റാഷണൽ തിങ്കിങ് ആയിട്ട് മാറ്റുക. നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പം ഇയാൾ എന്തൊക്കെയാണ് ഇറാഷണലായിട്ട് ചിന്തി ഇറാഷണലായിട്ട് ബിഹേവ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് റാഷണലാക്കിയത് അങ്ങനെയല്ല, ഇങ്ങനെ ഈ രീതിയിലാണെന്ന് പറഞ്ഞ് മാറ്റിയെടുക്കുക. ദെൻ കോഗ്നിഷൻ, എമോഷൻസ്, ബിഹേവിയർ ആർ ഇന്റർറിലേറ്റഡ് ആൻഡ് ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ. അപ്പം നമ്മളൊരു കാര്യത്തെ കാണുമ്പോൾ ആ കാണുന്നതിൻ്റെ നമ്മൾ വൈകാരികമായിട്ട് നമ്മൾ എടുക്കുക. ആ വൈകാരികമായിട്ട് കാണുന്നതാണ് നമ്മളെ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെടുക. ഇത് മൂന്നും, അതായത് കാണുന്നതിനെയും അതിനെ മനസ്സിലാക്കുന്നതിനെയും വൈകാരികമായിട്ട് അത് എടുക്കുന്നതിനും അതാണ് നമ്മുടെ ബിഹേവിയർ. ഒരു ഉദാഹരണം പറയുകയാണ്, ഉദാഹരണം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മളിപ്പോൾ ഒരു കയറവിടെ കിടക്കുന്ന കണ്ടു. കയറവിടെ കിടക്കുന്ന കാണുമ്പം നമ്മൾ പെട്ടെന്ന് നമ്മുടെ കോഗ്നിഷൻ, നമ്മുടെ തോട്ട് പ്രോസസ്, നമ്മുടെ പെർസെപ്ഷൻ അതിന് പാമ്പായിട്ട് നമ്മൾ കാണുന്നു. അപ്പം പാമ്പായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാകുന്ന വികാരം എന്ന് പറയുന്നത് പേടിയാണ്. പേടി ഉണ്ടാകുമ്പോൾ നമ്മളതിനെ കാണുമ്പോൾ ഓടുന്നു. അതാലോചിക്കുക, നമ്മുടെ കോഗ്നിഷൻ ഒരു സാധനത്തിനെ കണ്ടത്, അതിൻ്റെ പെർസീവ് ചെയ്തത്, കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പെർസീവ് ചെയ്യുക, അതിനെന്ത് മീനിങ് കൊടുത്തു, അതാണ് നമ്മുടെ പെർസെപ്ഷൻ എന്ന് പറഞ്ഞത്. ആ മീനിങ് കൊടുത്തത് നമ്മുടെ വൈകാരികമായിട്ട് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു, ആ വൈകാരികമായിട്ട് ബാധിക്കുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബിഹേവിയർ ചെയ്യുന്നത്. അപ്പം ആദ്യം നമ്മളൊരു കയറ് കണ്ടു. കയറിന് നമ്മുടെ പെർസെപ്ഷൻ എന്ന് വെച്ചാൽ കയറിലത് പാമ്പാണെന്നാണ്. അത് വേറെ കുറേ കാര്യങ്ങളുണ്ട്. പാമ്പാണെന്ന് നമ്മുടെ ജീവിതത്തിലുണ്ട മുൻപുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പാമ്പാണെങ്കിൽ എന്തായിരിക്കും നമുക്കുണ്ടാകുന്ന ഒരു വികാരം എന്ന് പറയുന്നത് പേടിയായിരിക്കും. വികാരം എന്ന് പറയുന്നത് പേടിയായിരിക്കും. ആ പേടി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്ന നമ്മൾ റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഓടുകയായിരിക്കും. ആ ഓടുന്നതാണ് നമ്മൾ ബിഹേവിയർ നമ്മൾ പറഞ്ഞ് കാണുക. അപ്പം ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. കാരണം ഇൻഡിവിജ്വൽസ് കണക്ട്നെസ് with other people or the community also determined to have psychological well-being. സമൂഹത്തിൽ നമ്മൾ മാനസികമായിട്ട് എങ്ങനെ ഒരാളുടെ പെരുമാറ്റം സമൂഹത്തിൽ എങ്ങനെ ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അതിന് തീരുമാനം എടുക്കുന്നത്. ഇതാണ് റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി കാണുന്ന സംഗതികൾ. ഇതിനെ ഇതൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്സുകൾ. അപ്പം ഇത് സാധാരണ ആൽബർട്ട് എല്ലീസാണ് ഇത് തുടങ്ങിയത്. അപ്പം ഇതിന് ഒരു ഫിലോസഫിക്കൽ, ആദ്യത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്താഗതി ഫിലോസഫിക്കൽ അസംഷൻസ്, ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ. അതായത് ആദ്യം നമ്മൾ പഠിച്ചു, സെൽഫ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അണ്ടർ ഫിലോസഫിക്കൽ എന്ന് വെച്ചാൽ എൻ്റെ എക്സിസ്റ്റൻസ്, ഞാൻ നിലനിൽക്കുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നതാണ് ഫിലോസഫിക്കൽ എന്ന് പറയുന്നത്. അതിൻ്റെ ബിഹേവിയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എൻ്റെ പെരുമാറ്റമാണ്. അപ്പം അത് ചില ബേസിക് അസംഷനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഇറാഷണൽ തോട്ട്സ് ആണ് അല്ലെങ്കിൽ ഇറാഷണലായിട്ടുണ്ടാകുന്ന നമ്മുടെ ചിന്താഗതികൾ നമ്മളെ സൈക്കോളജിക്കലായിട്ട് ഔട്ട്കം നമ്മൾ കാണിക്കുക. അപ്പം ഇറാഷണൽ തിങ്ങിനെ റാഷണൽ തിങ്കിങ് ആക്കി മാറ്റുക. അപ്പം അതിന് അവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കോഗ്നിഷൻ, നമ്മുടെ കാഴ്ചപ്പാടുകൾ, വികാരം, പെരുമാറ്റം, ഇത് മൂന്നും ഇൻ്റർറിലേറ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ചാണ് നമുക്ക് വികാരങ്ങൾ ഉണ്ടാകുന്ന, ആ വികാരങ്ങൾ അനുസരിച്ചാണ് നമ്മൾ പെരുമാറുക. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്തിട്ടാണ് ഒരാളുടെ ബിഹേവിയർ. അപ്പോൾ ഇതൊക്കെ ഇൻ്റർറിലേറ്റഡ് ആണ് ആൻഡ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചേർന്നിരിക്കുന്നു. അപ്പോൾ ഇതാണത്. അപ്പോൾ ആ കണക്ഷൻസ് ആണ് മറ്റുള്ളവരുമായിട്ട് നമ്മൾ സമൂഹത്തിൽ എങ്ങനെ ചേരണം, എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ നമ്മുടെ സൈക്കോളജിക്കലുള്ള മാനസികമായിട്ടുള്ള നന്നായി പെരുമാറാൻ ഉള്ള കാര്യം എന്നാണ്. ഇതാണ് റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി. അപ്പം ഇതിന് മനുഷ്യൻ്റെ ചിന്താഗതികളെ, അവൻ്റെ പെർസെപ്ഷനെ മാറ്റി അവൻ്റെ എമോഷനുമായിട്ട് ഇത് കണക്ട് ചെയ്ത് അയാളുടെ ബിഹേവിയറിലേക്ക്, ഇതാണ് റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് പഠിച്ച കാര്യങ്ങളൊന്നുകൂടെ നോക്കാം.
അത് നമ്മളൊരു എക്സിസ്റ്റൻഷ്യൽ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചാണ്. അതൊരു ഫിലോസഫിക്കൽ തിങ്കിങ് ആണ്. ഞാൻ എന്നുള്ള ചിന്താഗതി ഉണ്ടാക്കുക. ആൻഡ് അവരെ ഇങ്ങനെ നമുക്ക് അവരുടെ ചിന്താഗതികൾ നമ്മൾ മാറിയാൽ അവരുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ മാറ്റാം, അവരെ ജീവിതത്തിലേക്ക് വേറെ രീതിയിൽ കൊണ്ടുപോകാം. അതിനെ കൂടുതൽ നമ്മൾ സെൽഫ് അവെയർനെസ്, അവബോധമുണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഹ്യൂമനിസ്റ്റിക് എക്സ്റ്റൻഷ്യൽ തെറാപ്പി കൊണ്ട്. ആ ചോയ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി അവരുടെ തന്നെയാണ് എന്നുള്ളത് കൊടുക്കുക. ആ റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ടാകുമ്പോൾ ഒരു മീനിങ് റിലേഷൻഷിപ്പ്, അർത്ഥവത്തായ ഒരു ബന്ധം ജീവിതവും അവരുടെ പെരുമാറ്റവും നമ്മൾ ഉണ്ടാക്കും. അതുകൊണ്ടാകുമ്പോൾ ആങ്സൈറ്റിയൊക്കെ പോയിട്ട് അവർ ഓതൻറ്റിക്കായിട്ട് യഥാർത്ഥത്തിലുള്ള നമ്മളെ ഒരു വ്യക്തിയായിട്ട് നമുക്ക് സമൂഹത്തിൽ പെരുമാറാൻ സാധിക്കും. അങ്ങനെ എൻജോയ് ദി ബ്യൂട്ടി ഓഫ് ദ പ്രസൻറ്റ് മൊമെൻറ്റ്. ഈ പ്രസൻറ്റ് മൊമെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇതാണ്. പ്രസൻറ്റ് മൊമെൻറ്റ് എന്ന് വെച്ചാൽ നൗ എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ നൗ എന്നുള്ള എൻജോയ് ചെയ്യുന്നത് ജീവിതത്തിൻ്റെ ഒരു ഫിലോസഫിക്കൽ തിങ്ങിയാണ്. അത് എൻഡ് റിസൾട്ട് എപ്പോഴും പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് എക്സ്റ്റൻഷ്യൽ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. ദെൻ പേഴ്സണൽ സെൻറ്റേർഡ്, ഇത് കാൾറോഗേഴ്സ് ഉണ്ടാക്കിയത്. പേഴ്സണൽ സെൻറ്റേർഡ് തെറാപ്പിയിൽ ഒരു വ്യക്തിയുടെ ചിന്താഗതി, ആ വ്യക്തിയെ നമ്മൾക്ക് സമൂഹത്തിന് ആവശ്യമുള്ളതാണെന്നും അങ്ങനെ മാറ്റിയെടുത്തിട്ട് അവൻ്റെ ചിന്താഗതിയെ മാറ്റിയെടുക്കുന്നതാണ് പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പി ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള ജീവിതവും നമ്മുടെ ഐഡിയയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അത് തമ്മിൽ ചേരുന്നില്ല. അത് തമ്മിൽ എപ്പോഴും സിങ്ക്രനൈസ് ചെയ്യുന്നത്, എപ്പോഴും ഒരുമിച്ച് വരുന്നു, ആ സമയത്ത് ആളുടെ സ്വഭാവം നന്നാകും, അവരുടെ ബിഹേവിയർ, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യും. ആ ഒരു ഉൾക്കാഴ്ച നമ്മൾ ഉണ്ടാക്കണം. അതായത് റിയലും ഐഡിയൽ ലൈഫുമായിട്ട് ഒരു സിങ്ക്രനൈസ് ചെയ്തെടുക്കുന്നതാണ് പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പി കൊണ്ട് കാൾറോഗേഴ്സ് ഉപയോഗിച്ച്. അപ്പം ഓപ്പൺനെസ്, സമൂഹത്തോട് ചേരാനായിട്ടുള്ളൊരിത്, അവൻ്റെ അതുമായിട്ട് പൊരുത്തക്കേടുകൾ ഉണ്ടാകുന്നതിനെ കുറയ്ക്കുക, സമൂഹവുമായിട്ടൊരു വ്യക്തിക്കുണ്ടാകുന്ന പൊരുത്തക്കേടുകളെ കുറയ്ക്കുക, അവൻ്റെ സ്വന്തം വാല്യൂ, അവൻ്റെ ഉൾക്കാഴ്ച, അതായത് ഞാൻ ഈ സമൂഹത്തിന് എന്തെങ്കിലും ഗുണകരമാണ് എന്നുള്ള തോന്നലുകൾ ഉണ്ടാക്കുക. ആ സെൽഫ് ആക്ച്വലൈസേഷൻ, എൻ്റെ റിസൾട്ട് ഞാൻ സെൽഫ് ആക്ച്വലൈസ്, നമ്മൾ ഏതിലാണോ അതിൻ്റെ പാതയിൽ മുകളിലെത്തുക. സെൽഫ് ആക്ച്വലൈസേഷൻ എങ്ങനെയാണ്? എബ്രഹാം മാസ്ലോ തിയറി ഉണ്ട്. സെൽഫ് ആക്ച്വലൈസേഷൻ ഫിസിക്കൽ നമ്മൾ ചെയ്യുക, പിന്നെ ലവ്, കെയർ, അഫെക്ഷന്, പിന്നെ അച്ചീവ്മെൻറ്റ്, സെൽഫ് എക്സ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പോൾ ഇത് പഠിക്കുന്ന സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് എബ്രഹാം മാസ്ലോ തിയറിയാണ്. ആ മാസ്ലോ തിയറി ബേസ് ചെയ്തിട്ട് വേണം എല്ലാ മനുഷ്യനും അതിൻ്റെ ഏറ്റവും അറ്റത്ത്, അതായത് സെൽഫ് ആക്ച്വലൈസേഷൻ എത്താൻ വേണ്ടിയാണ് സ്ട്രൈവ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് എ നീറ്റ് തിയറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടെ പറഞ്ഞാൽ അത് ഹ്യൂമനിസ്റ്റിക് തിയറി പെട്ടതാണ്. അതുപോലെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കൗൺസിലിംഗ് എങ്ങനെ നടത്താമെന്ന് നമുക്ക് മനസ്സിലാക്കും. ഫുള്ളി ഒരു ഫങ്ഷൻ പേഴ്സണാക്കി മാറ്റുക, സമൂഹത്തിന് ഗുണകരമായ ഒരു വ്യക്തിയാക്കി മാറ്റുക. അതാണ് നമ്മൾ പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പി ഉണ്ടാക്കുക, ഒരു വ്യക്തിയെ മാറ്റിയെടുക്കുക. ഇതിനകത്ത് തെറാപ്പിസ്റ്റ് കോൺഗ്രിയൻസ്, അതായത് ഇയാളെ ഇതുമായിട്ട് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവരിക. അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡാണ് കൊടുക്കുന്നത്. എമ്പത്തറ്റിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ക്ലയൻറ്റുമായിട്ട് ഇൻകോൺഗ്രിയൻസ് ഉണ്ടായിരിക്കണം. ക്ലയൻറ്റും കൗൺസിലർ റിലേഷൻഷിപ്പ് നന്നായിരിക്കണം. ക്ലയൻസ് പെർസെപ്ഷനാണ് എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻ്റ് നമ്മൾ അതിനകത്ത് കൊടുക്കുക. പിന്നെ കോഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയറൽ അപ്രോച്ചാണ്. കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാര്യം ലേൺ ചെയ്യുക, പഠിപ്പിക്കുക, അല്ലെങ്കിൽ അതിനെ ഷേപ്പ് ചെയ്തെടുക്കുക. ഇതിന് 3 തിയറികളാണ് നമ്മൾ ഫ്രെയിം ചെയ്ത്. ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഒപ്പറൻറ്റ് കണ്ടീഷനിങ് ആൻഡ് സോഷ്യൽ ലേണിംഗ് തിയറി. അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും നമ്മളെ ട്രെയിൻ ചെയ്തെടുക്കുക, കണ്ടീഷൻ ചെയ്തെടുക്കുക. ഒപ്പറൻറ്റ് എന്ന് പറഞ്ഞാൽ SR ആണ്, അതിൻ്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. സോഷ്യൽ ലേണിംഗ് സമൂഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക, സമൂഹമായിട്ട് നമ്മൾ ചേർന്ന് അതിൽ നിന്ന് നമ്മൾ പഠിക്കുക. ദാറ്റ് ഇസ് കോൾഡ് ഹീറോ വർഷിപ്പ്. ദെൻ ഇതിനകത്ത് ഉപയോഗിച്ച ടെക്നിക്സ് റിലാക്സേഷൻ, റോൾ പ്ലേ, ഗ്രേറ്റ് ടാസ്ക് അസൈൻമെൻറ്റ്, ആക്ടിവിറ്റി സ്കെഡ്യൂളിംഗ്, പ്ലഷർ റേറ്റിംഗ്, സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. ഇത് സാധാരണഗതി നമുക്ക് അബോർഷൻ തെറാപ്പിയിലേക്ക് നമുക്ക് ഉപയോഗിക്കുന്നതാണ്. പേഴ്സണൽ പ്രോബ്ലം ഉള്ള ആൾക്ക്, ബിഹേവിയർ പ്രോബ്ലം ഉള്ള ആൾക്ക് ഉപയോഗിക്കുന്നതാണ് ഡീസെൻസിറ്റൈസേഷൻ. ദെൻ ഫ്ലഡിങ്, ദെൻ അബോർഷൻ തെറാപ്പി, ദെൻ ഐ മൊമെൻറ്റ് ഡീസെൻസിറ്റൈസേഷൻ. ദെൻ ബിഹേവിയർ മോഡിഫിക്കേഷൻ ആണ്. ഇതിനകത്ത് ഒബ്സർവ് വൺസ് തോട്ട്സ് ആണ്. ചേഞ്ചിങ്, അവരുടെ സമൂഹമായിട്ട് ചേരാനുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ കണക്കാക്കി മാറ്റുകയാണ്. പിന്നെ അവരുടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ സ്കിൽ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ റാഷണൽ ഇമോട്ടീവ് തെറാപ്പിയാണ്. റാഷണൽ ഇമോട്ടീവ് തെറാപ്പി ആൽബർട്ട് എല്ലീസ് ആണ് അതിൻ്റെ ചെയ്യുന്ന ആൾ. ദെൻ കൂടുതൽ ഫിലോസഫിക്കൽ ബിഹേവിയർ നമ്മൾ ഒരാളിൽ ഉണ്ടാക്കുകയാണ്. അസംഷൻസിനെ ചേഞ്ച് ചെയ്യുകയാണ്. ഫിസിയോളജിക്കൽ പ്രോബ്ലംസ് റിലേഷൻ തോട്ട്സിനെ ബേസ് ചെയ്തിട്ടാണ്. ദെൻ കോഗ്നിഷൻ, എമോഷൻ, ബിഹേവിയർ റിലേറ്റഡ് ആണെന്ന് കണ്ടുപിടിക്കുന്നു. ഇതെല്ലാം ഈ കൗൺസിലിംഗ് ഒക്കെ നടത്തുന്ന ഒരു വ്യക്തിയെ
നമ്മളെ സാധാരണ ഒരു മനുഷ്യനിലേക്ക് ആക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബാക്കിയുള്ള തെറാപ്പികൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ഇനി 3 ക്ലാസ്സുകൾ കൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അടുത്ത തെറാപ്പി എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കാം.